ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ 2 ബിസിനസ് ഉണ്ട്. ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റിൽ 3 ബിസിനസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റിൽ 3 ബിസിനസ് ഉണ്ട്. അതല്ലാണ്ട് ഒരുപാട് ബിസിനസ് ഉണ്ട്. ടോട്ടൽ 12 വേർട്ടിക്കിൾസിൽ ബ്രോ ബിസിനസ് നടത്തുന്നത്. എത്ര വയസ്സായി? എനിക്ക് ആക്ച്വലി ഇപ്പോൾ 22 ഈ മാസം. നമ്മളെ വീട്ടിലൊക്കെ പോക്കറ്റ് മണി അല്ലെങ്കിൽ നമ്മൾ വിഷു കൈനീട്ടായിട്ടും പെരുന്നാൾ പൈസ ആയിട്ടൊക്കെ നമ്മൾ മുതിർന്നവർ കൊടുക്കുമ്പോൾ കുട്ടികൾ അതിനത് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുതിർന്നവരത് വാങ്ങി വെക്കും. ഈ പൈസ എന്ന് പറയുന്ന സാധനം നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അതാണ്. പ്രത്യേകിച്ച് ജെൻസിയുടെ കേസിൽ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്താൽ എന്നുള്ളൊരു സംഭവമാണ് കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇപ്പൊ മൾട്ടിപ്പിൾ ബിസിനസ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരെ എലോൺ മസ്ക് ആയിരിക്കും. കാരണം ടെസ്ലയുണ്ട്, സ്പേസ് എക്സ് ഉണ്ട്, ന്യൂറാലിങ്ക് ഉണ്ട്. അതായത് പല വേർട്ടിക്കിൾസിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഡേ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടാവും. അതിന് നമ്മൾ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബിസിനസ് ആക്കാലോ. ആ ഒരു മൈൻഡ് സെറ്റിന് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു പോയിന്റിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ ഇതുവരെയുള്ള മാർക്കറ്റ് ഹിസ്റ്ററി അനലൈസ് ചെയ്തിട്ട് AI കണ്ടെത്തുകയാണ് ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. അങ്ങനെയുള്ള ഒരു പോയിന്റിൽ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ? 100 കമ്പനിയുള്ള ഒരു ബിസിനസ് ഓണർ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് അപ്പൊ നമ്മളൊന്നും ആയിട്ടില്ലല്ലോ, നമ്മൾ ഇതിന്റെ ഒരു 1% പോലും ആയിട്ടില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഹായ് ഓൾ, വൺസ് അഗൈൻ വെൽക്കം ടു വൈസ് ഓഫ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരിക്കും. ആളൊരു ട്രേഡർ ആണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരുപാട് ബിസിനസ്സുകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു യുവ സംരംഭകനാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ബിസിനസ് ഒരുമിച്ച് നടത്തുന്ന ഒരു മലയാളി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആള് കൈക്കലാക്കിയിട്ടുണ്ട്. യെസ്, ഷിബിലി റഹ്മാൻ ബ്രോ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. വെൽക്കം. ഞാൻ ബ്രോയിന്റെ പോർട്ട്ഫോളിയോ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ 2 ബിസിനസ് ഉണ്ട്. ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റിൽ 3 ബിസിനസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റിൽ 3 ബിസിനസ് ഉണ്ട്. അതല്ലാണ്ട് ഒരുപാട് ബിസിനസ് ഉണ്ട്. ടോട്ടൽ 12 വേർട്ടിക്കിൾസിൽ ബ്രോ ബിസിനസ് നടത്തുന്നുണ്ട്. എത്ര വയസ്സായി? എനിക്ക് ആക്ച്വലി ഇപ്പോൾ 22 ഈ മാസം. 22 വയസ്സിൽ ഇത്രയും വേർട്ടിക്കിൾസിൽ ബിസിനസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ആരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തു? ആക്ച്വലി അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ ഇന്ന കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു എഴുതി വെച്ചാൽ പോലും തീരാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ യങ് ആണ് എന്നുള്ളൊരു ഏജ് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങി. യങ് ആണെന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ ഒരു 7 years അല്ലെങ്കിൽ 6 years ആയിട്ട് ഞാൻ ബിസിനസ് ജേർണിയിൽ ഉണ്ട്. അപ്പൊ ഒരു 16ാമത്തെ വയസ്സ് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വൽ ബിസിനസ് ലെവലിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് എന്നൊരു വലിയൊരു കാര്യം തന്നെ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് അതിൽ കുറെയൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുണ്ട്. എന്നാലും അന്ന് എൻജോയ് ചെയ്ത പോലെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ ഞാൻ ഡിഗ്രി പഠിച്ചത് ഡിസ്റ്റൻസ് ആയിട്ടാണ്. അപ്പോ ഒരു ക്യാമ്പസ് ലൈഫ്, അത് കോളേജ് ലൈഫ് എന്നുള്ളൊരു സംഭവം, അതിപ്പോ പറഞ്ഞ പോലെ കോളേജസിലൊക്കെ നമ്മൾ സെഷൻ എടുക്കാൻ പോകുന്നു കാര്യങ്ങൾ, ആ സമയത്ത് നമ്മൾ അതിനെ എന്താ പറയാ മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ്, ഫാമിലി ലൈഫ് ഒക്കെ എങ്ങനെയാ? നമുക്ക് ശരിക്കും ഒരു ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയുടെ ഒത്തുള്ള സമയമായിരിക്കും. ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ എന്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ കുറെയൊക്കെ ഫാമിലിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും മീറ്റിംഗ്സിലാണെങ്കിലും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും കൂടുതലും ഫാമിലി ടൈമും കൂടെ അതിനിടയിൽ കണ്ടെത്താൻ നോക്കും. പിന്നെ ഒരു മിനിമൽ എന്തായാലും നമ്മളൊരു ടൈം അതിന് വേണ്ടി മാറ്റി വെക്കണം. സർക്കിൾ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ നമുക്ക് ബിസിനസ്സിലുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും എന്റെ ഫ്രണ്ട്സ് വരുന്നത്. എന്റെ സർക്കിൾ അധികവും ഈ പറഞ്ഞ പോലെ ബിസിനസ് ഓണ്ടർപ്രണർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതല്ലാതെ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് തന്നെ പോകാറുണ്ട് മാക്സിമം. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ ഒക്കെ നമുക്ക് കുറെ ഇവന്റ്സ് നമുക്ക് മിസ്സാവും. ഈ പറഞ്ഞ പോലെ കുറെ ഫംഗ്ഷൻസ്, ചിലപ്പം നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ അവിടെ നിന്ന് നമുക്ക് എത്താൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് മീറ്റിംഗ്സ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു സമയത്ത് അവിടെ എത്തിക്കോളണം എന്ന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഫ്കോഴ്സ് ഫാമിലിയിലാണെങ്കിലും അതൊരു ഇഷ്യൂ തന്നെയാണ്. മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ എല്ലാവർക്കും നമ്മളുടെ അവസ്ഥ അറിയാം, നമ്മൾ എന്താണ് ചെയ്യുന്നത്. അതെ, ഒരുപാട് പരാതികൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനി പ്രോഗ്രാമിന് എത്താൻ പറ്റിയില്ല, എന്തുകൊണ്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കുറെയൊക്കെ ആളുകൾക്ക് അവസ്ഥകൾ അറിയുന്നതുകൊണ്ട് നമ്മൾ എവിടെയാണ് എന്താണ് എന്നുള്ളത് നമ്മൾ റീസൺ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറയുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ്
മെയിൻ തിങ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലൊക്കെ നമ്മൾ പ്രോപ്പർലി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറയാം, എത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ അങ്ങ് മാനേജ് ചെയ്ത് പോകുന്നു. അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ശരിക്കും ഈ റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണല്ലോ ഇതിന്റെ Yes. പാരന്റ് കമ്പനി. Yes. ഇതിന്റെ അണ്ടറിലാണ് ഇപ്പം ഈ 12ഓളം വേർട്ടിക്കൽസ് വരുന്നത്. അതെ. ശരിക്കും എത്ര ഹ്യൂജ് ആണ് റോയൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് സ്റ്റാഫ് ആൻഡ് അതർ നമ്പേഴ്സ്? ആക്ച്വലി റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ളൊരു ലെവലിലോട്ട് നമ്മൾ ഇതിനെ റീബ്രാൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് 1 years ആവുന്നുള്ളൂ. നേരത്തെ ഇതൊരു റോയൽ അസറ്റ് തന്നെയല്ലേ പാരന്റ് അതെ കമ്പനി? അതെ, നേരത്തെ ഒരു അസറ്റ് മാനേജ്മെന്റ് എന്നുള്ള Okay. രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അതാണ് പിന്നീട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള രീതിയിലോട്ട് മാറ്റിയതും അത് പാരന്റ് കമ്പനി ആക്കി മാറ്റി ബാക്കിയുള്ളതെല്ലാം ചൈൽഡ് കമ്പനീസ് എന്നുള്ള രീതിയിൽ അതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നതും എല്ലാം. അപ്പൊ ഇതിന്റെ ഒരു ഇപ്പോഴത്തെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 100ന്റെ അടുത്ത് ആയി. ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ഓൺ ബോർഡിംഗ് കൂടി കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് ടീം, അതായത് Great. എല്ലാ രീതിയിലും കൂടി ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ റോയൽ അസറ്റ്സിന്റെ തന്നെ സ്റ്റാഫ് എന്നല്ല, ഈ പറഞ്ഞ പോലെ നമ്മളുടെ മൾട്ടിപ്പിൾ 100+ സ്റ്റാഫ്സ് ഇപ്പൊ ബ്രോന്റെ കീഴിൽ 100 ആയി. ഇപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു വീക്കോട് കൂടി 100 ഹിറ്റ് ചെയ്യും. അത് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമ്മളെ ടീം അത്രയും ഒരു രീതിയിൽ ഗ്രോത്ത് വന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ ടേൺ ഓവർ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിലും അറൌണ്ട് 15 CR നമ്മൾ ടേൺ ഓവറും കാര്യങ്ങളും ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇപ്പൊ FS കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതിന്റെ ഒരു ഓട്ടത്തിലാണ്. അതാണ് ഇപ്പൊ നമ്മുടെ ഒരു കറന്റ് സ്റ്റാറ്റസ്, പാരന്റ് കമ്പനിയുടെ ഒരു കറന്റ് സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇത്രയും ബിഗ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൽ ഇത്രയും വെർട്ടിക്കൽസ് ഉള്ളത് കൊണ്ടും അതിൽ ഓരോന്നിലും ഓരോ ടീം മെമ്പേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഓരോ ടീം ലീഡ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതും. പക്ഷെ 22ാമത്തെ വയസ്സിൽ 100 പേർക്ക് ജോലി കൊടുക്കുക, 100 പേരുടെ ഫാമിലി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. സോ ഷിബിലി ബ്രോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹിസ്റ്ററി പറയാനുണ്ടോ? അതായത് ഒരു നമുക്കിപ്പോ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിൽ നെപ്പോട്ടിസം സാധാരണയായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബിസിനസ് നെപ്പോട്ടിസം ഇപ്പം നമുക്ക് കാണുന്നുണ്ട്. സോ ഷിബിലി ബ്രോന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആക്ച്വലി എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ് ഫാമിലി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഉപ്പാക്ക് ഒരു ട്രാവൽ ഏജൻസിയാണ്, നാട്ടിൽ തന്നെ ഒരു ഗൾഫ് ഇന്ത്യ ട്രാവൽസ് എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസിയാണ്. ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു 100 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ മാത്രമുള്ള അതെ ഒരു 34 വർഷമായിട്ട് ഒരു ഒന്നോ രണ്ടോ സ്റ്റാഫുകളുമായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ഒരു ഓഫീസ് ബോയ് ആയിട്ടാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അതായത് ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വിട്ട് ക്ലാസ് കഴിഞ്ഞ് ഉപ്പാന്റെ ഓഫീസിലാണ് ഞാൻ ആക്ച്വലി ബസ് ഇറങ്ങിയിരുന്നത് സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ. പിന്നീട് ഉപ്പാന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അതാണ് എനിക്ക് സത്യം പറഞ്ഞ ബിസിനസ്സിൽ കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യലിയോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും സപ്പോർട്ടോ തരാനുള്ള ഒരു കാപ്പബിലിറ്റി എന്നെ സംബന്ധിച്ചോ എന്റെ ഫാമിലിക്കും ഇല്ല. ബട്ട് അവിടെ എനിക്ക് തന്നൊരു എക്കോസിസ്റ്റം, എനിക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ചെയ്യാനും കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാനാണെങ്കിലും ഓഫീസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാനും ബിസിനസിന്റെ ഒരു ആദ്യപാഠങ്ങൾ കിട്ടാനൊക്കെ വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ കൂടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നത് ശരിയാവും. അതെ, നമുക്കൊരു കസ്റ്റമർ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ക്ലൈന്റ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ്. ആക്ച്വലി അവിടെ നിന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം. കാരണം ഇനീഷ്യലി തന്നെ നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് സാലറി എന്ന രീതിയിൽ തന്നെ ഉപ്പ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളും വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ എക്സ്പെൻസുകളൊക്കെ ഞാൻ തന്നെ മീറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഈ ഒരു ട്രെൻഡ് വരുന്നില്ല, അതായത് ഇപ്പൊ പുറത്തെ ആൾക്കാർ പോയി ജോലി ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ അത് നാട്ടിലേക്കും വന്നു തുടങ്ങി. അതെ അതെ, വരുന്നേ ഉള്ളൂ. യെസ്. ഇനീഷ്യലി ഇപ്പൊ ഉപ്പ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. കാരണം നമ്മൾ ചെലവാക്കുന്ന പൈസക്ക് എത്ര രൂപ നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിലും അതിന്റെ വില അറിയണം എന്നൊരു സംഭവമാണത്. അപ്പൊ അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പണി എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പേപ്പർ എടുത്ത് അങ്ങോട്ട് വെച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചു, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അത്രയും ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മളൊരു 50 രൂപ എങ്കിൽ 50 രൂപ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. നമ്മൾ ചെലവാക്കുന്ന സമയത്താണെങ്കിലും അതിനനുസരിച്ച് ചെലവാക്കുള്ളൂ. ഇതിനു മുന്നേ നമ്മൾ സാന്ദ്ര തോമസുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ, അതായത് നമ്മുടെ കൂടെയുള്ള 5 ആളുകളുടെ ആവറേജ് ആണ് നമ്മളത്. ഇപ്പൊ ഷിബിലി ബ്രോ ചെറുപ്പത്തിൽ തൊട്ടേ ഈ ബിസിനസ്സും ഇതുമായിട്ട് ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് വന്നു എന്നുള്ളതാണ് ശരിക്കും. ഫാമിലിയുടെ കേസിൽ ഞാൻ പറയല്ലോ, എനിക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏജ് ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ തന്നെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ വീട്ടിൽ എത്രത്തോളം പല ആളുകളുടെയും വീട്ടിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സമ്മതിക്കുന്നുള്ള നമുക്ക് അറിയാം. ഡിഗ്രി ചെയ്യട്ടെ അല്ലെങ്കിൽ PG ചെയ്യട്ടെ എന്നിട്ട് വേണം നോക്കിക്കോ, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് നോക്കിക്കോ. ബിസിനസ് എന്ന് പറയുന്ന വലിയൊരു അങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ് അതെനിക്ക് ഫാമിലിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്റെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഈവൻ നമുക്ക് വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നില്ലെങ്കിലും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ എന്നെ എന്താ പറയാ ചെയ്യരുതെന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. അതായിരുന്നു ഫാമിലിന്റെ സൈഡിൽ നിന്ന് എനിക്ക്. ശരിക്കും 16 years തുടങ്ങുന്ന ഫസ്റ്റ് ഒരു ബിസിനസ് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ
മുന്നേ ചെറിയ രീതിയിലുള്ള പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യുന്നതുകൊണ്ട് സമയത്ത് തന്നെ ഈ ഒരു 1 hour 2 hour 3 hour ആണ് എനിക്ക് മാക്സിമം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. ആ സമയത്ത് കംപ്ലീറ്റ് എന്റെ ഒരു ഡിവൈസ് സിസ്റ്റം ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കോഡിങ്ങും പരിപാടിയും കുറെ കാര്യങ്ങളും അന്ന് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹാക്കിങ്ങിന്റെ ഗൂഗിൾ കോഴ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് എത്തിക്കൽ ഹാക്കറിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗൂഗിളിന്റെ ഒരു കോഴ്സ് ഒക്കെ ചെയ്തിട്ട്. അത് ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ചെയ്തതാണ്, പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോഷോപ്പ് ഭയങ്കര ക്രേസ് ആയിരുന്നു. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗോ സോഷ്യൽ മീഡിയയോ ഒന്നും അത്ര ചെയ്യുന്നില്ല, ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമ്മളിപ്പോ ഈ ഇവന്റ് റീസെന്റ് സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങാൻ പോകുന്നുണ്ട്, അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഒരു ഡിഗ്രി, ഒരു ബിരുദം പോലെ. അപ്പൊ ഇതിലിപ്പോ ആക്ച്വലി നമുക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെരുന്നാളിനും ഓണത്തിനും അതിനൊക്കെയുള്ള ചെറിയ പോസ്റ്ററുകളും കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ഓഫറുകൾ കാര്യങ്ങളും പോസ്റ്ററുകൾ ഇതൊക്കെ ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഒരു 50 രൂപ 60 രൂപയൊക്കെ നമ്മളൊരു പോസ്റ്ററിന് പോക്കറ്റ് മണി ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള രീതിയിലേക്ക്, അതായത് എംപ്ലോയി സ്റ്റേജിൽ നിന്നൊരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. പിന്നെ അത്യാവശ്യം ഓട്ടോമോട്ടീവ് ക്രൈസും കാര്യങ്ങളൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്റ്റിക്കർ കീസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുണ്ടാവുക സ്റ്റിക്കർ കീസ് ആയിരിക്കും. അതിന് മുന്നേ സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള ഫ്രീലാൻസിങ് ലെവലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു സ്റ്റിക്കർ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ ഡിസൈൻ ചെയ്തിട്ട് വിനൈൽ പ്രിന്റിങ് ചെയ്തിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കും. എനിക്കാകെ ചെലവ് ഒരു 60 രൂപ 70 രൂപയാണ്, വിത്ത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് നമുക്ക് എക്സ്പെൻസ് വരും. നമ്മൾ ഒരു 200 to 250 നമുക്ക് അതിനെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം നല്ല മാർജിനിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഏൺ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പ്രോപ്പർലി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇൻകം എങ്ങനെ ചെലവാക്കണം, അതിലല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഒരുപക്ഷെ അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ എനിക്ക് ഒരു നല്ലൊരു സേവിങ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതങ്ങനെ കുറെ ചെലവാക്കി പോയി. അത് എനിക്ക് എന്നൊരു റിഗ്രറ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നിരുന്ന ഒരു സംഭവമായിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് പൈസ ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ആക്ച്വലി ട്രേഡിങ്ങിലോട്ടും അങ്ങനത്തെ ഒരുപാട് വെർട്ടിക്കൽസിലോട്ട് നമ്മൾ സെർച്ച് ചെയ്ത് ഇറങ്ങുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ പോലെ കുറച്ച് സ്കാമുകളും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ലോസസും കാര്യങ്ങളൊക്കെ വന്നു പോയി. അതിലൂടെയാണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് എത്തുന്നതും ട്രേഡിംഗ് ഇൻഡിവിജ്വൽ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലും. നേരത്തെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുള്ളൂ, ട്രേഡിംഗ് ഇൻഡിവിജ്വൽ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലും അറിയുന്നത് ആ ഒരു സമയത്താണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ചെയ്തു നോക്കാം, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്, കമ്പ്യൂട്ടർ അവൈലബിൾ ആണ്, എല്ലാം റിക്വയർമെന്റ്സ് നമുക്ക് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആക്ച്വലി ട്രേഡിങ്ങിലോട്ട് വന്നത്. അത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 25,000 രൂപ ക്യാപിറ്റലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗെയിൻ ചെയ്ത് തുടങ്ങിയ സമയത്താണ് നമ്മളെ ഫ്രണ്ട് സർക്കിളിനും ഫാമിലി സർക്കിളിനും സ്വാഭാവികമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനും അതുപോലെ എന്റെ ഫാമിലിന്നുമായിട്ടാണ് എനിക്ക്. എന്നാൽ പോലും അന്ന് ഭയങ്കര റിസ്കിലായിരുന്നു. നമ്മൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഈ MLM പോലുള്ള സംഭവത്തിലും പോലെയാണ് ആളുകൾ ശരിക്കും ട്രേഡിങ്ങിനെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇത് പൈസ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പോഴും അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. സത്യം, തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ ഞാനന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ 3 പേര് ആദ്യം 3 പേരുണ്ടായിരുന്നു. പിന്നെ ഒരാൾ പിന്നെ വിഡ്രോ ചെയ്തു. 2 പേര് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നും എന്റെ ക്ലയൻസ് ആണ് ലോങ് ടൈം ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു അതെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അസറ്റ് മാനേജ്മെന്റ് എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്യാഷ് വന്നു, ഞാൻ ട്രേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്കൊരു എമൗണ്ടും കൂടെ കൂട്ടി ചെയ്യാം എന്നുള്ള അതിനുള്ളൊരു ആദ്യം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഫണ്ട് പുറത്തുനിന്ന് എടുത്ത് ചെയ്യാൻ, അതിന് റിസ്ക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് സെബി കൊണ്ടുവന്ന റൂളായിരുന്നു നമ്മളെ ലിവറേജ് കട്ട് ഓഫ് വന്നു. 20x ലിവറേജ് ഉണ്ടായിരുന്നത് നേരെ അങ്ങ് കുറച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ 1000 രൂപ 2000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നേരെ അതങ്ങ് കുറഞ്ഞു, 4-1 കുറയുന്ന സിറ്റുവേഷൻ. അപ്പൊ ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. അതിപ്പോഴും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണെന്നുള്ളത് പറയാൻ പറ്റും. കാരണം ക്യാപിറ്റൽ കൂടുതൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ട്രേഡിംഗ് പറ്റത്തില്ല. അതിലുള്ള റിസ്ക് നമുക്ക് മാനേജ് ചെയ്യുന്നതിനടുത്താണ് നമ്മൾ ആ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് വരുന്നത്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പേഴ്സന്റേജിൽ വലിയ മാറ്റമില്ല. നമ്മൾ 1000 റുപ്യ തൊട്ടിട്ട് നമ്മൾ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും നമ്മൾ 10 ലക്ഷം റുപ്യക്ക് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ മാനേജ്മെന്റ് സിസ്റ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് 25,000 രൂപ ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഞാനൊരു 500 രൂപയുടെ ഒരു PNL കണ്ടിരുന്ന സംഭവം, ലൈഫ് PNL ഫ്ലക്ച്വേഷൻ ഞാൻ 500 രൂപയുടെ കണ്ടിരുന്ന സമയത്തുള്ള എന്റെ മൈൻഡ് സെറ്റും ഇത് നേരെ ഞാനൊരു 5 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോയിലോട്ട് മാറുമ്പോൾ അവിടെ 10,000 15,000 നമ്മളുടെ മുന്നിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്നുള്ളൊരു മാറ്റം വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഇവഞ്ച്വലി അത് അങ്ങനെ ആയി വന്ന് നമ്മൾ ക്യാപിറ്റലിൽ അതിൽ നിന്ന് ഗെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആ പ്രോസസ്സിലൂടെ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല. ആ ഒരു പ്രോസസ് ഫോളോയിങ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് പോവാണ്. അപ്പൊ അവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതാണ് അവിടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വലിയൊരു ഡിജിറ്റിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു പക്ഷെ ബുദ്ധിമുട്ട്. പച്ച കത്തി തുടങ്ങുന്ന അധിക ട്രേഡേഴ്സും ഇനീഷ്യൽ സ്റ്റേജിൽ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ 10,000 റുപ്യ ഉണ്ടാക്കിയത് 10 ലക്ഷം ആണെങ്കിൽ എനിക്ക് 1 ലക്ഷം റുപ്യ ഉണ്ടാക്കാലോ എന്നുള്ള അതാണ് രീതിയിൽ. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മൈൻഡ് സെറ്റിൽ വരുന്ന ഡിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് കമ്മിറ്റ്മെന്റ് വരും. നമ്മളുടെ ക്യാഷ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു, വേറൊരാളുടെ ക്യാഷ് വെച്ച് ട്രേഡ് ചെയ്യും വരുമ്പോൾ ആ ആൾക്ക് ഇത്ര രൂപയെങ്കിലും പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്മിറ്റ്മെന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനെയും നമ്മുടെ ട്രേഡിംഗ് മെത്തേഡ്സിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചിലപ്പോൾ ഓവർ റൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യാതിരിക്കാം. നമ്മളുടെ സൈക്കോളജി, മൈൻഡ് സെറ്റ് റിവെഞ്ച് ട്രേഡിങ്ങും കാര്യങ്ങളും ഓവർ ട്രേഡിംഗ് ഒക്കെ വരുന്നത് ആ ഒരു സ്റ്റേജസിലാണ്. അവിടെ നമുക്ക് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇത്ര പൈസ ഇത്ര ഉണ്ടാക്കണം എന്നൊരു സംഭവം. പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ വർക്ക്ഔട്ട് ആവും. ട്രേഡിംഗിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് കമ്മിറ്റ്മെന്റ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അപ്പൊ നമ്മൾ കൂടുതൽ ട്രേഡ്സ് എടുക്കാൻ നോക്കും, കൂടുതൽ ലോസിലോട്ട് പോകും. അപ്പൊ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചിലപ്പോൾ ക്യാപിറ്റൽ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസിൽ പോയിട്ട് ഒരുപാട് കടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. ഷിബ്ലി ബ്രോയ്ക്ക് കട ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു സെറ്റ് ബാക്ക് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് അവിടെ എനിക്ക് സേഫ് ആയ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഇന്നും ഞാൻ ആര് ട്രേഡ് ചെയ്യാൻ വരുമ്പോഴും അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിന്റെ അലോക്കേഷൻ, ക്യാപിറ്റലിന്റെ ഒരു 30% മാത്രം ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ അന്ന് എനിക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന റിട്ടേൺ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിന്റെ 30% കൊണ്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫണ്ട് നേരത്തെ ഇങ്ങനെ ഒരു ലോസിംഗ് സ്റ്റേജ് വന്നതുകൊണ്ട് തന്നെ, ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സെറ്റ് ബാക്ക് വന്നപ്പോഴും എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ്, ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പോയിന്റ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ക്യാപിറ്റൽ ഈ ഒരു ഫ്ലക്ച്വേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി ഫ്രം സ്ക്രാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരു 50,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആ ജേണി പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെയാണ് അതിനെ നമ്മൾ മാനേജ് ചെയ്തത്. സോ അതാണ് എനിക്ക് പറയാനുള്ളതും. അങ്ങനെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ഇനി ഔൺ ക്യാപിറ്റൽ ആണെങ്കിൽ പോലും വലിയൊരു ക്യാപിറ്റൽ ഇതിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അത് നമ്മൾ ഫിസിക്കലി മെന്റലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒന്നും ബാധിക്കാത്ത ഒരു റിസ്ക് ആയിരിക്കണം ട്രേഡിംഗിന്റെ കേസിൽ നമ്മൾ എടുക്കേണ്ടതുള്ളത്. ഇപ്പൊ മൾട്ടിപ്പിൾ ബിസിനസ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരെ എലോൺ മസ്ക് ആയിരിക്കും. കാരണം ടെസ്ല ഉണ്ട്, സ്പേസ് എക്സ് ഉണ്ട്, ന്യൂറാലിങ്ക് ഉണ്ട്. അതായത് പല വേർട്ടിക്കൽസിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ശരിക്കും നേരത്തെ പറഞ്ഞ ഫാമിലിയുടെ കൂടെ ആയാലും ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും, അതല്ലാതെ തന്നെ നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം കണ്ടെത്തണം, ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഷിബിലിന്റെ ഒരു എന്താ ഒരു മന്ത്ര എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെന്റ്? ഞാൻ ബേസിക്കലി അതില് ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ, ഒരു റൂട്ടീൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഒരുപാട് ട്രൈ ചെയ്താ ഒരു റൂട്ടീൻ സിസ്റ്റത്തിലോട്ടൊക്കെ മാറ്റാനും, ഈവൻ ഡെയിലി റൂട്ടീൻ ആണെന്നുണ്ടെങ്കിലും വീക്ക്ലി റൂട്ടീൻ ആണെങ്കിലൊക്കെ സിസ്റ്റമാറ്റിക് ആക്കി നോക്കാനൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ മീറ്റിംഗ്സ് ആണെങ്കിൽ നമ്മൾ സമയത്ത് ചിലപ്പം കഴിയണമെന്നില്ല, ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കാം. അപ്പോൾ ഷൂട്ട്സ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നെങ്കിലും, ബിസിനസ് മീറ്റിംഗ്സ് ആണെങ്കിലും ക്ലൈന്റ് മീറ്റിംഗ്സ് ആണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ടൈമിൽ നടക്കണമെന്നില്ല. അപ്പൊ എപ്പോഴും നമ്മളൊരു ബഫർ ഇട്ട് വേണം മാനേജ് ചെയ്യാൻ വേണ്ടി. ഷെഡ്യൂൾസ് പ്രോപ്പർലി ഞാൻ മാനേജ് ചെയ്യും. അതായത് നെക്സ്റ്റ് ഒരു 2-3 വീക്സിലോട്ടുള്ള ഷെഡ്യൂൾസ് എന്തായാലും പ്രോപ്പർലി അപ്ഡേറ്റഡ് ആയിരിക്കും. അത് ഓരോ മീറ്റിംഗ്സിനാണെങ്കിലും അതല്ലെങ്കിൽ എന്ത് പ്രോഗ്രാംസിനാണെങ്കിലും ഇവന്റ്സിനാണെങ്കിലും, അപ്പോൾ ഓഫീസിൽ പോകേണ്ട കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും തന്നെ നമുക്ക് 3 ഓഫീസസ് ഉണ്ട്, 3 സ്ഥലത്തായിട്ട്, തൃശ്ശൂരും മലപ്പുറത്തും അതുപോലെ കൊച്ചിയിലുണ്ട്. ഇപ്പൊ ദുബായിലും നമ്മൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, സ്പേസ് എടുത്തിട്ടുണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ് റിക്വയർമെന്റ്സ് ഉള്ളത്, ഞാൻ എത്തേണ്ട സ്റ്റേജസ് എന്താണ്, അതിൽ നമ്മൾ ഷെഡ്യൂൾസ് ചെയ്യും. പിന്നെ ഇതൊരു പരിധി വരെ പറ്റുള്ളൂ. അതിലപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന്റെ മുറത്താണ് നമ്മൾ സിസ്റ്റം എന്നുള്ളൊരു സംഭവം ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിസ്റ്റം ഡ്രിവൺ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഇല്ലെങ്കിലും അവിടെ കാര്യങ്ങൾ അത് ആ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെ ശരിക്കും ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോ ഈ പറഞ്ഞ പോലെ 12+ ബിസിനസ് വെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പല പല വേർട്ടിക്കലാണ്. ഇതിൽ പല വേർട്ടിക്കൽസിലും ടെക്നിക്കലി എനിക്ക് നോളജ് കുറവുള്ള മേഖലയുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ഒറ്റക്ക് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ ഒറ്റ ബുദ്ധി എന്നുള്ളൊരു സംഭവത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, സ്കെയിലബിൾ അല്ല, നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിൽ ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടപ്പിന് ഇൻക്യുബേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ബിസിനസ് ഐഡിയ പിച്ച് ചെയ്യുകയാണെങ്കിലും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിലോട്ട് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ, ഏത് രീതിയിലാണെങ്കിൽ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അത് പെർഫെക്റ്റ്ലി ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് പാർട്ട്ണറിനെ നമ്മൾ ആ ഒരു ചൈൽഡ് കമ്പനിയിൽ സെറ്റ് ചെയ്യും. അപ്പൊ ഏതൊരു കമ്പനിയിലും ഇപ്പൊ ഒരു ഫൗണ്ടർ ആണ് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വാട്ടെവർ, അതിന്റെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ഒരു രീതിയിൽ അവരത് റൺ ചെയ്യണം. അതിനുള്ള എല്ലാ ഗൈഡൻസും
എല്ലാ ബിസിനസ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആണെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് സൈഡ് ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് റെഡിയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ ട്രാക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് മന്ത്ലി ചിലപ്പം ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ മാക്സിമം 2 മീറ്റിങ്ങിനോ ചിലപ്പം അവിടെ എത്തിയാൽ മതിയായിരിക്കും. അതായത് ടോട്ടൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് കാര്യങ്ങൾ. പിന്നെ അവിടെ തന്നെ ഞാൻ സിസ്റ്റമാറ്റിക് ആക്കാൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എല്ലാ ഫേംസിലാണെന്നുണ്ടെങ്കിലും വീക്ക്ലി അവരുടെ ടീം മീറ്റിംഗ്സ് ഉണ്ടാവും. അതിൽ 1-2 മീറ്റിംഗ്സിന് മാക്സിമം ഞാൻ എത്താൻ നോക്കും. ആ രീതിയിലൊക്കെ നമ്മളൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം പോകുന്നത്. പിന്നെ ഇതിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ നമുക്കൊരു ടീമുണ്ട്. ആ ടീമിൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് ഒരു വിങ്, അതുപോലെ ഡെവലപ്പിംഗ് സൈഡിൽ നിന്ന് ഒരു വിങ്, ഫൈനാൻസിങ് സൈഡിൽ നിന്ന് ഒരു വിങ്, ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ ഹെഡിനെ വെച്ചിട്ടുണ്ട്. അവരെ മോണിറ്റർ ചെയ്യാൻ ഞാൻ നിൽക്കും, അവരെ മോണിറ്റർ ചെയ്യും. അപ്പൊ അത്രയും ക്രൂഷ്യൽ ഡിസിഷൻസ് വരുന്ന സമയത്തെ എന്റെ കൈ അവിടെ എത്തേണ്ടതുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി. ഇതിപ്പോ റീസെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ ഇതിലോട്ട് കൊണ്ടുവന്നത്. കാരണം നമ്പർ ഓഫ് കമ്പനീസ് ഇനിയും നമ്മൾ കൂടുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം അത് അങ്ങനെ തന്നെ റിപ്ലിക്ക ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം എല്ലാ ബിസിനസ്സിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു വിഷന്റെ കൂടെ നിൽക്കുക, അതിനു വേണ്ടി സക്സസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പം പണ്ട് മുതലേ ഇപ്പൊ ഈ 16-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, അന്ന് മുതലേ കൂടെയുള്ള ഒരാളുണ്ട് എപ്പോഴും? തീർച്ചയായിട്ടും നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഈവൻ ട്രേഡിംഗിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വരുന്നത്. ട്രേഡിംഗ് റോയൽ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി, റോയൽ അസറ്റ്സ് എന്നുള്ളതിൽ നിന്ന് റോയൽ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി വന്നു. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു ഫ്രീ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട്. കാരണം ഞാൻ ഫേസ് ചെയ്തിരുന്ന വലിയൊരു ചലഞ്ച് ആയിരുന്നു ട്രേഡിംഗിലോട്ട് വന്നപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാനും ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഞാൻ മലപ്പുറത്ത്, തിരൂർ ആ ഒരു ഭാഗത്തേ ഇല്ല. കോഴിക്കോട് പോലും അന്നത്തെ സമയത്ത് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള അറിയുന്ന കമ്മ്യൂണിറ്റീസ് ഇല്ല. ഞാൻ കൊച്ചിയിൽ എറണാകുളം ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ അന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു റോൾ മോഡൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു ഫിക്സഡ് റോൾ മോഡൽ എന്നുള്ളൊരു ഫേസ് ഞാൻ എപ്പോഴും കാണാറില്ല. പറഞ്ഞ പോലെ ഓരോ ആളുകളുടെയും ഓരോ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളാണ് ഞാൻ ആക്ച്വലി റോൾ മോഡലായിട്ട് കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ പറയാനിപ്പോ എലോൺ മസ്കിന്റെ കേസ് പറഞ്ഞു. എലോൺ മസ്ക് ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസിഷൻ ആണ് ഞാൻ ഒരു റോൾ മോഡലായിട്ട്. ഒരു പേഴ്സണെ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും കാരണം ആ പേഴ്സണിന് ചിലപ്പോൾ സെറ്റ് ബാക്സ് വരും, ആ പേഴ്സന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ മുന്നിൽ, അവരുടെ പോസിറ്റീവ് സൈഡിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. ഒരാളൊരു പെർട്ടിക്കുലർ പേഴ്സണെ മാത്രം ചിലപ്പോൾ പല ഐഡിയോളജികളിലും നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് അതിൽ ഫോളോ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കേസിൽ പണ്ട് മുതലേ കൂടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ഇപ്പൊ നമ്മളുടെ പല ഫേംസിന്റെയും ഫൗണ്ടേഴ്സ് ആയിട്ട്, അതായത് കോ ഫൗണ്ടേഴ്സ് ആയിട്ട്, സിഇഒസ് ആയിട്ട് നമ്മളുടെ കൂടെ ഉണ്ട്. അങ്ങനത്തെ 2-3 പേര് നമ്മളെ കൊളീഗ്സ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ സർക്കിളിലാണെങ്കിലും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും നമ്മൾ കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു കാര്യം അതാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, അതായിരിക്കുമല്ലോ നമ്മൾ ചുറ്റും വരുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ച സമയത്ത്. അപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മീറ്റിംഗ് ഇരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളവിടെ ഒരു മീറ്റിംഗിനാണ് പോയത്. നമ്മൾ ആ മീറ്റിംഗ് കഴിഞ്ഞു കുറച്ചൊരു ഗ്യാപ്പ് അവിടെ ചുമ്മാ കോഫി കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനും വൈഫും ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കോഫി കുടിച്ചിരുന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നമുക്കറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവര് വരുമ്പോൾ നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നവരായിട്ട് ഇരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചൊരു സംഭവമാണ്, നമുക്ക് ഇത്രയും കോണ്ടാക്ട്സ് നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്മളൊരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. കാരണം ബിസിനസ്സിൽ നിൽക്കുന്നുണ്ട്, ബിസിനസ്സിൽ നമ്മൾ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്, അവരുടെ ബിസിനസിനെ കുറിച്ച് നമ്മുടെ ബിസിനസിനെ കുറിച്ചൊക്കെ അവർ അപ്ഡേറ്റഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ കൂടെയുള്ള ആളുകളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെയുള്ള ആ ഒരു ടീം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നേക്കാൾ മുന്നിൽ ഓടാൻ പറ്റുന്ന ആളുകളെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അതവരെ ആ രീതിയിൽ തന്നെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം നമ്മളുടെ അണ്ടറിൽ നിൽക്കാനുള്ള ആളുകളല്ല ബിൽഡ് ചെയ്യേണ്ടത്. ഒരു പോയിന്റിൽ നമ്മളില്ലാതെ വരുമ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് നമ്മളെ വിഷനെ, അതാണ് നമ്മൾ ആ ഒരു ടീമിലെ കേസിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ വിഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളെന്താണ് ഇതുകൊണ്ട് ചിന്തിക്കുന്നത്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഫേം, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടപ്പിൽ എന്താണ് നമ്മൾ ഐഡിയോളജി, എങ്ങോട്ടാണ് നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്നത്, ഇതെന്താണ് നമ്മുടെ പ്രോപ്പർ വിഷൻ. അത് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളെ നമ്മളൊരു സ്റ്റാഫിനെ നിർത്തിയിട്ട് അയാളെ കൊണ്ടുവന്നിട്ട് ഒരു MBA സ്റ്റുഡന്റിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ 5 year എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വിഷൻ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ്, നിങ്ങൾ ഇതിനെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പം നമ്മൾ വിഷൻ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ബഡ്ഡിംഗ് ആയിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളുടെ വിഷൻ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഈസി ആവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ നന്നായിട്ട് അവരെ
ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ Boost എപ്പോഴും ചെയ്യാൻ. അവരെ അപ്സ്കിൽ ചെയ്യാനാണെങ്കിലും അവർക്ക് ഒരു ഗ്രോത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പുഷ് നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും തന്നെ അവരുടെ ഒരു കരിയർ ഗ്രോത്തും അവരുടെ ജേർണിയിൽ അവർ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ടീമിനോടും നമ്മളുടെ കമ്പനിയോടും നമ്മുടെ ഗ്രൂപ്പിനോടും ഒക്കെ ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവും എന്നുള്ളതാണ്. അത് അതാണ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് എലിസ്റ്റോ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായിട്ട് ഇവിടെ നിന്ന് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കോ ഫൗണ്ടർ അല്ലെങ്കിൽ എൻ്റെ ഒരു എംപ്ലോയിനെ ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ അതേ സ്കില്ലുള്ള ആളെ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല, എൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്കില്ലുള്ള ആളെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. അതേപോലെയാണ് ഇപ്പം ഷിബ്ലി ബ്രോ പറഞ്ഞത്, എന്നെക്കാളും മുന്നേ ഓടാൻ കഴിയുന്ന ഒരാളായിരിക്കും ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ കേസിൽ ഇത്രയും വിഷനുള്ള സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം, ഒരു എംപ്ലോയീസിനെ അല്ലെങ്കിൽ ടീമിനെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു വിഷനറി ഉള്ള ഒരു ലീഡർ കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പൊ ലീഡർഷിപ്പ് എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്നത് നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റണം, നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മളൊരു ലീഡർഷിപ്പ് സൈക്കോളജി എന്നൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഫിലോസഫി അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്? ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടീം ചൂസിങ്ങിലാണെങ്കിലും അവരുടെ അപ്സ്കില്ലിങ്ങിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ കൂടുതലും നമ്മളുടെ ഓഫീസുകളാണെന്നുണ്ടെങ്കിലും ഫേംസിലാണെങ്കിലും നമ്മുടെ ടീമിന് ഒരുപാട് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ പുതിയ ടെക് അപ്ഡേറ്റ്സുകളാണെന്നുണ്ടെങ്കിലും എയുടെ സെഷൻസ് കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് നമ്മൾ എയുടെ ഒരു സെഷൻ നമ്മുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടൂൾസിന്റെ കാര്യങ്ങളൊക്കെ, കാരണം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അവരുടെ സ്കില്ലിനെ നമുക്കറിയാലോ അവർ ഏത് മേഖലയിലാണ് എക്സ്പേർട്ട് ആവുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചു കാലം ടീമിൽ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ അവർക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഓരോരുത്തരെയും അവർ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സാലറി കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് സ്റ്റൈൽ മാറ്റിയിട്ട് അവർക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ ഇൻസെന്റീവ് സിസ്റ്റംസ്, ബോണസ് സംഭവങ്ങൾ, അങ്ങനത്തെ ടാർഗറ്റ്സ് ഇല്ല ബട്ട് ഇൻസെന്റീവ്സ് ഉണ്ട്. ടാർഗറ്റ്സ് വെച്ചിട്ടില്ല ബട്ട് നമ്മൾ ഇൻസെന്റീവ് സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് ബിസിനസ് കൺവേർഷൻസും കാര്യങ്ങളും. ഇവൻ നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനിയിലാണെങ്കിലും ഏജൻസിയിലാണെങ്കിലും IT ഫേമിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഫൗണ്ടർ സൈഡ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ ക്ലയന്റ് മാനേജ്മെന്റിലുള്ള സെയിൽസ് ടീമാണ് ഇവിടെ വർക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ക്ലയന്റിനെ കൊണ്ടുവരേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. നമ്മളുടെ ടീമിലുള്ള ഏതൊരു മെമ്പർക്കും, അത് ഫ്രം നമ്മളുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CEO വരെയുള്ള ഏത് പോസ്റ്റിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ആർക്കും ഇവിടെ വർക്ക് കൊണ്ടുവരാം. ആർക്കും ഇവിടെ ഇൻസെന്റീവ് സ്ലാബ്സ് ഓപ്പൺ ആണ്. ഈ പറഞ്ഞ ഓരോ വെർട്ടിക്കൽസിലും നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരാം. എല്ലാത്തിനും ഇൻസെന്റീവ്സും കാര്യങ്ങളും നമ്മൾ പെർസെന്റേജസ് കാര്യങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മിഷൻ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബിസിനസ്സിനെയും ഡ്രൈവ് ചെയ്യുന്നത്. കാരണം എവരി ടീം മെമ്പർ അവർക്ക് എന്ത് വേണം, അവർക്ക് നമ്മൾ അവരുടേതായ സ്കില്ല് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവണം. എന്നാലാണ് അവർക്ക് മോർ ദാൻ അവരുടെ ഒരു സാലറി കമ്മിറ്റ്മെന്റിനെക്കാട്ടിലും ലൈക്ക് നമ്മളൊരു 5 ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ 6ാമത്തെ ടാസ്ക് ചെയ്യാനും അങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി അവരെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ലീഡർഷിപ്പിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫേംസിലും ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിലും നമുക്ക് വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ രീതിയിൽ നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് റൺ ചെയ്ത് പോകാൻ പറ്റുന്നത്. അവരെ നമ്മൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഒരിക്കലും അവിടെ ഒരു റൂളർ ആവരുത്, അതൊരു കംപ്ലീറ്റ് ലീഡർ ആയിട്ട് നമുക്ക് അവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യും. നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റുന്നുണ്ടാവും ബട്ട് നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്തും അത് അതുപോലെ തന്നെ നടക്കണം. അപ്പൊ അവരെ നമ്മൾ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. അതിന് അവർക്കുള്ള ഗൈഡൻസ് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോ കമ്മ്യൂണിക്കേഷന്റെ കേസിലൊക്കെ ഭയങ്കര കാര്യമാണത്. കാരണം നമ്മളിപ്പോ ഓഫീസിൽ ഉണ്ടാവുന്ന ഒരാള് ഓഫീസിലെ എംപ്ലോയീസിന്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്ര അടിപൊളിയായിരിക്കണം, എങ്ങനെ നമ്മൾ ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടുതലായിട്ട് പ്രിഫർ കൊടുക്കാം, സ്കില്ലിനാണോ അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ? ബേസിക്കലി സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ ടീം മെമ്പറുടെയും സ്കില്ല് മനസ്സിലാക്കിയിട്ട് അവരെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് വേണം. അതിന് നമ്മൾ അവരായിട്ട് എപ്പോഴും സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവർ എത്രത്തോളം വിഷനറി ഉള്ള ആളുകളാണ്. ചിലപ്പോൾ നമ്മളെക്കാളിലും ഭയങ്കര ക്രേസി ഐഡിയാസും നമ്മളെക്കാട്ടിലും അടിപൊളിയായിട്ട് നമ്മളുടെ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിസിനസ്സിൽ ഓരോ ഐഡിയാസ് ഉള്ള ആളുകളുണ്ടാവും. പക്ഷെ നമ്മളിലോട്ട് എത്തുന്നുണ്ടാവില്ല ചിലപ്പോൾ. അത് അവരുടെ മുന്നിൽ എന്താ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യണോ, ഷെയർ ചെയ്തപ്പോൾ എനിക്ക് എന്താ ബെനിഫിറ്റ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നമ്മളൊരു ഓപ്പൺ സ്പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അവരുടെ സജഷൻസ് നമ്മൾ എടുത്തു തുടങ്ങണം. ചിലപ്പോൾ ചെറിയ ചെറിയ സജഷൻസുകളായിരിക്കും, അത് നമ്മൾ റീസണബിൾ ആയിട്ട് സജഷൻസ് ആണ്, നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഞാനൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ എടുക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അക്സെപ്റ്റൻസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരുപാട് സജഷൻസ് നമ്മളെ ടീമിന്റെ സൈഡിൽ നിന്ന് വരും. കാരണം നമ്മളെ ടീമിന് എപ്പോഴും നമ്മൾ ആ ഒരു ഫീൽ കൊടുക്കണം, നമ്മളെ ടീമാണ്
ഒരിക്കലും നമുക്കൊരു 4 പേർക്ക് നിന്നിട്ടോ 2 പേർക്ക് നിന്നിട്ടോ ഉം. ഒരു ബിസിനസ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ബിസിനസിനെ scale ഡെവലപ്പ് ചെയ്യാൻ ചെയ്ത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഉം. ലിമിറ്റഡ് സ്വഭാവത്തിൽ പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ടീമിന്റെ തന്നെ കോൺട്രിബ്യൂഷൻ വരണം. ഉം. ഈ പറഞ്ഞ പോലെ നമ്മളെ വിഷൻ ഫോളോയിങ് ആയിട്ട് അതിനെ വിഷൻ ഡ്രിവൺ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ അവർ നമ്മുടെ കൂടെ വേണം. അപ്പൊ അതിൽ ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പം ശരിക്കും ട്രേഡിംഗ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് എന്നുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ടെക് സൈഡിലും ഉണ്ട്, അക്കാദമി ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓരോ ടൈമിലും ഏതൊക്കെ ബിസിനസ്സിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് എങ്ങനെ അസസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മെട്രിക്സ് ഉണ്ടോ, അതോ ട്രെൻഡ്സ് നോക്കിയിട്ടാണോ? ബേസിക്കലി മാർക്കറ്റ് ട്രെൻഡ്സ് ആണ് നോക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഞാൻ നോക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൽ നമ്മളൊരു മാക്സിമം ടൈം നമ്മൾ വെക്കും. ആ ഒരു ഉം. ബിസിനസിന്റെ ഒരു ടൈം നമ്മൾ ഒരു ഐഡിയ വിളിച്ച് കാണും. ഓക്കെ. പിന്നെ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഉം. ഒരു ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ നമ്മുടെ മൈൻഡിൽ വന്നു, നമ്മൾ അതിൽ ഓക്കെ. വർക്ക് ചെയ്യുന്നു, നമ്മൾ അതിൽ ബിൽഡ് ചെയ്യുന്നു. ഉം. ബിൽഡ് ചെയ്ത് അത്യാവശ്യം ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അതുവരെ നമ്മളുടെ ഒരു എനർജി ഉണ്ട്. ഉം. ആ ഒരു എനർജി എന്ന് പറയുന്നത് അതിൽ മാറ്റം വരാം. ഉം. കാരണം ആ എനർജി നമുക്ക് കുറയാം. ഉം. കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ അതേ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഉം. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു എനർജി, അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ കുറവുകൾ വരാം. ഉം. വരും, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ രീതിയിലും വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ. അപ്പൊ അവിടെ നമ്മളെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഉം. അപ്പൊ അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കിപ്പോ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൽ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഉം. ക്രേവിങ്സ് നമുക്ക് അവിടെ കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഉം. അവിടെ നമ്മൾ ആ പോയിന്റിൽ നമ്മൾ അവിടുന്ന് നമ്മളെയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവിടെ പ്ലേസ് ചെയ്യണം. ഉം. അതല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആക്കണം. ഉം. അല്ലെങ്കിൽ നമ്മളുടെ എനർജി എവിടെ ഡ്രോപ്പ് ആയി തുടങ്ങുന്നോ ഉം. അവിടെ നിന്ന് നമ്മുടെ ബിസിനസ് ഡ്രോപ്പ് ആയി. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് തിരിയണം. അതെ, അങ്ങനെയല്ല, നമുക്ക് മേ ബി ആ ഏരിയയിൽ നമുക്ക് നോളജ് കുറവായിരിക്കും, പക്ഷെ ആ ഏരിയയിൽ നോളജ് ഉള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. കൊളാബറേഷൻ എന്നുള്ളതാണ് അവിടെ നമുക്ക് പോസിബിൾ ആയില്ല. കാരണം നമുക്ക് ആ ഒരു മേഖലയെ കുറിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ കാര്യമില്ല. നമുക്ക് അവിടെ എത്തിപ്പെടാൻ ഒരുപാട് ലേറ്റ് ആവും, ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ കൊളാബറേഷൻ എന്നുള്ളൊരു സ്പേസ് നമ്മളുടെ ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവരാന്നുള്ളത് ഓക്കെ. ആ രീതിയിലാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പോകാറുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫേസ് ആണെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ട്രേഡിംഗിൽ നിന്നുള്ള അസറ്റ് മാനേജ്മെന്റിലോട്ടുള്ള ജേണി, അസറ്റ് മാനേജ്മെന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് എന്നുള്ള ഒരു ഒറ്റ ഇൻകം സോഴ്സ് വെച്ച് ഒരു അസറ്റ് മാനേജ്മെന്റ് റൺ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം സോഴ്സ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണരുത് എന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. ഇയർലി നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ എത്ര ഇയേഴ്സ് നമുക്ക് പ്രോഫിറ്റബിൾ ആയി എന്ന് പറയുന്നതിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മന്ത്ലി ഒരു ഫിക്സഡ് റിട്ടേൺ എന്നുള്ള രീതിയിൽ അതിൽ ഓക്കെ. കിട്ടാൻ പറ്റും, അതെ. കിട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെ. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. ആ ഒരു ഐഡിയോളജി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ. സോ അവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരുന്നു, അതിന് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. സോ അവിടെ നമ്മൾ എപ്പോഴും നമ്മളവിടെ വാല്യൂ ഡെലിവർ ചെയ്യുമ്പോൾ അത് വാല്യൂ കിട്ടുന്ന ആൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തിരിച്ചൊരു വാല്യൂ അതിന് കൊടുത്തിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ ഒരു മെന്റർ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. നീ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നിന്റെ ടൈമിനെ നീ വാല്യൂ ചെയ്യുന്നില്ല, അവര് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയും അവർ വാല്യൂ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്കും നിനക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ചെറിയൊരു പേയ്മെന്റ് ആണെങ്കിൽ കൂടെ, അത് 1 രൂപയാണെങ്കിൽ പോലും അത് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 1 രൂപയെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവും. ഓക്കെ. അത് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമ്പോഴേ നീ കൊടുക്കുന്നതിനുള്ള വാല്യൂ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിന് മോണിറ്റൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കമ്മ്യൂണിറ്റിനെ നേരെ റോയൽ ട്രേഡേഴ്സ് അക്കാദമിയിലോട്ട് കൊണ്ടുവരുന്നത്. റോയൽ അക്കാദമി ഫോർ ഫൈനാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി കൊണ്ടുവരുന്നത്. സ്റ്റോക്ക് ട്രേഡിംഗിലും ഇൻവെസ്റ്റ്മെന്റ്സിലൊക്കെ നമ്മൾ കോഴ്സസും കാര്യങ്ങളും, ലൈവ് കോഴ്സസും കാര്യങ്ങളും. ഇനി അതിൽ തന്നെ നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ലൈവ് ട്രേഡിങ്ങും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ല. അത് നമ്മൾ യൂണിക്കായിട്ട് നമ്മുടെ ഒരു കീ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയും അതുപോലെ ലൈവ് അസിസ്റ്റൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ വൺസ് നമ്മുടെ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ടൈം ആക്സസും കാര്യങ്ങളും, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇന്നിപ്പോ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും അറിയാനും കമ്മ്യൂണിറ്റികളാണെങ്കിലും ഫ്രീ ആയിട്ട് പോലും ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്ത് പേയ്മെന്റ് കൊടുത്ത് ഒരു ഗൈഡൻസ് കിട്ടേണ്ട സിറ്റുവേഷൻ ഇല്ലാന്ന് തന്നെ പറയാം. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ കഴിഞ്ഞൊരു 2-2.5 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില്ലായിരുന്നു, അത് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മളൊരു അക്കാദമി, അങ്ങനത്തെ ഒരു അക്കാദമിയിൽ ഒരു കോഴ്സ് അങ്ങനെ സെല് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ യൂണീക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചെയ്യാം. ഈ റോയൽ അക്കാദമിയുടെ കേസിൽ നമ്മുടെ അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ പുതിയൊരു കോഴ്സും കാര്യങ്ങളും നമ്മൾ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, അതായത് ട്രേഡിംഗ് എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീലാൻസിംഗിലും അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സൈഡ് ഹസലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 സോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ഒരു മെന്റർഷിപ്പ് പോലെയാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി അതങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അതിലോട്ട് റീബ്രാൻഡ് ചെയ്ത് അതിലോട്ട് മാറ്റാന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്.
അത് നമുക്ക് ആ ഒരു മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യും അടുത്തൊരു 2 ഇയറിൽ എന്തായിരിക്കും yes, എന്നുള്ളൊരു അതിന്റെ ഒരു plan ജേണി നമ്മൾ ചിലപ്പോൾ ഒരു 2 ഇയർ 3 ഇയർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഉം. ചിലപ്പോൾ മേ ബി നമ്മളൊരു 1 ഇയറിൽ തന്നെ അതിൽ അപ്ഡേഷൻസ് വന്നു തുടങ്ങാം. ഉം. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേഷൻ വരാൻ അധികം അതെ സമയമില്ല. അതെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സംഭവം കണ്ടുപിടിച്ചു, അതിന്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ അടുത്ത മണിക്കൂറിൽ അടുത്ത അതിന്റെ പുതിയ update. പുതിയ അതെ, അതെ, അപ്ഡേറ്റുകൾ അതെ. വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത്രയും അതെ. ഫാസ്റ്റ് ആയിട്ട് അതെ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ നമ്മളും ആ ഒരു ചെറിയൊരു സ്പീഡ് നമുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഉം. നമ്മൾ ഭയങ്കരമായിട്ട് ഔട്ട്ഡേറ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മളൊരു 1-2 ബിസിനസ്സുകളിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുമ്പോൾ ഉം. അതൊരു ഇൻഡസ്ട്രിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ഉം. കഴിഞ്ഞാൽ അത് നമ്മളെ ബിസിനസിനെ ബാധിക്കാം. ഉം. അപ്പൊ പിന്നീട് നമ്മൾ ആ ഒരു ബാധിച്ച ശേഷം ഉം. നമ്മൾ പിന്നെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾക്കും നമ്മൾ കൂടുതലും ഒരു ബിസിനസ്സിലോട്ട് വന്ന് അതിനെ സിസ്റ്റം ഡ്രിവൺ ആക്കി ഉം. പിന്നെ അടുത്ത ബിസിനസ്സിലോട്ട് പോയി ഉം. ആ ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഉം. ഈവൻ ഒരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാലും ഉം. നമുക്ക് അവിടെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് റൈറ്റ് ടൈമിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ അവിടെ നിന്നുള്ള റിട്ടേൺ yes, ജനറേറ്റ് ഈവൻ നമ്മൾ ആ ഒരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിലാണ് ഉം. നമുക്ക് എപ്പോഴും ലൈവ് ആയിട്ട് ഇരിക്കാൻ പറ്റും ബിസിനസ്സിൽ. ഓക്കെ. അപ്പൊ ഇത്തരം സെറ്റ് ബാക്സ് കാര്യങ്ങൾ വന്നാൽ പോലും ഏതെങ്കിലും ഒരു ഉം. ഇൻഡസ്ട്രിയിൽ വന്നാൽ പോലും ഉം. നമുക്ക് പല പല വെർട്ടിക്കൽസ് ആയതുകൊണ്ട് തന്നെ ഉം. നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും, ഓക്കെ. അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് എംപവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു സ്റ്റാർട്ടപ്പിന് ഷിബിലിന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര ഒരു ടൈം കൊടുക്കും? ലൈക്ക് ഒരു ബ്രേക്ക് ഇവനാ? ബ്രേക്ക് ഈവൻ ആവെന്ന് പറയില്ല, ലൈക്ക് അത് സക്സസിലേക്ക് എത്തുമോ, ഉം. ഉം. അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യണോ? ഡ്രോപ്പ് ചെയ്യണോ? ഒരു അസസ്മെന്റ് നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഉം. അതായത് നമുക്ക് അങ്ങനെ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും As a ഇൻഡസ്ട്രിയിലും product ഇത്ര ഒരു company ആണെങ്കിൽ അതെ അല്ലേ? ഒരു പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും ഉം. ഇത്ര ഒരു പീരീഡ് എന്നുള്ളത് ഫിക്സ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ്. കാരണം ചില പ്രോഡക്റ്റുകൾ നമ്മൾ മേ ബി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കാദമിയുടെ കേസ് ഞാൻ പറഞ്ഞു, ഉം. ഇനീഷ്യലി നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ ഉം. എനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത മുതൽ പ്രോഫിറ്റബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്ത മുതൽ എനിക്ക് പ്രോഫിറ്റ് ഉള്ള ഫസ്റ്റ് 3 മന്തിൽ എനിക്ക് ബ്രേക്ക് ഈവൻ ആണ്. ഇനീഷ്യൽ എനിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ വേണ്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്ക് കുറെ അഡ്വാൻറ്റേജസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പല ബിസിനസ്സുകൾക്കും പല സ്വഭാവമാണ്, പല സ്റ്റാർട്ടപ്പുകൾക്കും. ചില ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമറിലോട്ടുള്ള അവയർനെസ് വേണ്ടി വരും, അതിന് അക്സെപ്റ്റൻസ് വരണം, എന്നിട്ട് കൺവേർഷനിലോട്ട് വരണം. അപ്പൊ ഒരു ടൈം സ്കെയിലോട് നമ്മൾ കാണേണ്ടി വരും. നേരെ മറിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നീഡ് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ നീഡ് നമ്മളോട് ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിലോട്ട് നമ്മൾ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് അതിന്റെ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ്. ബട്ട് നമ്മൾ അതിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാനൊരു 3-6-3 അങ്ങനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മളത് സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നു. ഈവൻ അതിന് മുന്നേ ഒരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ അതിന് അസസ് ചെയ്യുന്ന സ്റ്റേജിൽ എല്ലാ സ്റ്റാർട്ടപ്പും നമ്മൾ ഇൻഫ്രയിലോട്ടും അതിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് മുന്നേ അതിനൊരു ഓൺലൈൻ സ്വഭാവത്തിൽ അതിനെ റൺ ചെയ്ത് ഇപ്പൊ ഒരുവിധം എല്ലാ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്കാണെങ്കിലും നമ്മൾ ഇൻഫ്രയിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിംഗും അതുപോലെ ഡെവലപ്പിംഗും ഒക്കെ നമ്മൾ ഇൻഹൗസ് ഉള്ളത് കൊണ്ടും ഫേംസ് ഉള്ളത് കൊണ്ടും നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഏതൊരു പുതിയ ഐഡിയ ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ദെൻ അതിന്റെ മുഴുവൻ സ്വഭാവത്തിലോട്ട് ലോഞ്ച് ചെയ്ത ശേഷം ഒരു 3 months നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സൈഡിൽ നിന്ന് ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സൈഡിലാണെങ്കിലും മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിലും ഒക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് 6 months നമ്മളൊരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും പോകുക. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ നമ്മൾ ഇന്ന ലെവലിലേക്ക് അത് എത്തിക്കാൻ, അപ്പോൾ അതൊരു എക്സ്പെൻസ് ബ്രേക്ക് ഈവൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. കാരണം എല്ലാ ബിസിനസ്സും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ഈവൻ എത്തിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പറ്റുന്നില്ല. പക്ഷെ ചിലത് നമുക്ക് പെട്ടെന്ന് പറ്റുകയും ചെയ്യും. ചിലത് നമുക്ക് ആ ഒരു മന്ത്ലി എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് 3 months കഴിഞ്ഞിട്ടുള്ള 3 months നമ്മൾ എക്സ്പെൻസ് ബ്രേക്ക് ഈവൻ എന്നുള്ള ടാർഗറ്റ് വെക്കും. പിന്നെയുള്ള 3 months നമ്മൾ നമ്മുടെ പ്രോഫിറ്റിലോട്ടുള്ള നമ്മുടെ ക്യാപിറ്റലിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ലെവലിട്ട് വെക്കും. പിന്നെയുള്ള 3 months നമ്മൾ പ്രോഫിറ്റ്സ് എടുത്തു തുടങ്ങും, അതിനുള്ള റവന്യൂസ് നമ്മൾ എടുത്തു തുടങ്ങും ആ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ റവന്യൂ എടുക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളൊരു മെത്തേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളത് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അതിന് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഫേംസിലും നമ്മൾ അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ശിവലി ബ്രോ, ഞാനിപ്പോ ഈ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, യൂറോപ്യൻ വേൾഡ് റെക്കോർഡ്സ്, അമേരിക്കൻ വേൾഡ് റെക്കോർഡ്സ്, ഒരുപാട് റെക്കോർഡ്സ് 22 വയസ്സിനുള്ളിൽ തന്നെ താങ്കൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്തിനായിരുന്നു ഈ ഒരു റെക്കോർഡ്സ് ഒക്കെ? ആക്ച്വലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനൊരു പ്ലാറ്റ്ഫോമിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എനിക്ക് ഡ്രീം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഗോളായിരുന്നു. അപ്പൊ അതെങ്ങനെ അതിലോട്ട് എത്താം, അതിലോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയുന്നുണ്ടായിരുന്നില്ല. ഇനിഷ്യൽ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയയുടെ പുറത്ത് അങ്ങനെ
പണ്ടെങ്ങോ മനസ്സിൽ കുറിച്ചിട്ടൊരു സംഭവം ആയിരുന്നു അത്. പിന്നീട് അതിലോട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നത് നമ്മുടെ ഏജ് തന്നെയായിരുന്നു അതിന്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. 16-ാമത്തെ വയസ്സ് മുതൽ 20-ാമത്തെ വയസ്സ് വരെ, 20-ാമത്തെ വയസ്സിലാണ് ഞാൻ അറ്റംപ്റ്റ് ഇട്ടത്. 20-ാമത്തെ വയസ്സ് വരെ നമ്മൾ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കൂടുതൽ ഫൈനാൻസ് എന്നുള്ളൊരു കോണ്ടന്റിൽ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തു, എഡ്യൂക്കേറ്റ് ചെയ്തു എന്നുള്ളായിരുന്നു. അത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വിസിബിലിറ്റീസ്, ഓഡിയൻസും കാര്യങ്ങളും, പിന്നെ നമ്മൾ കോളേജസിലും അതുപോലെ തന്നെ പല ഇവന്റ്സിലും സംസാരിച്ചതിന്റെ കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന് അറ്റംപ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇനീഷ്യൽ ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ സെയിം ക്രൈറ്റീരിയാസ് തന്നെയായിരുന്നു അതിനെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ അപ്ലൈ ചെയ്തു. നിലവിൽ നമുക്ക് ഈ 4 അച്ചീവ്മെന്റ്സ് ആണ് റെക്കോർഡ്സ് ആയിരുന്നു അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം മലയാളീസിന്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, പൊതുവായിട്ടല്ല, ഇപ്പം നമ്മൾ കണ്ടുവന്നത് വെച്ചാൽ PSC എഴുതിയൊരു ജോലി വാങ്ങുക, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങുക, അല്ലെങ്കിൽ ബാങ്കിങ് കോച്ചിങ്ങിന് പോവുക, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലായിരുന്നു ഇത്രയും കാലത്തിലെ ആളുകൾ അവരുടെയൊക്കെ ഡ്രീം. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഷിബ്ലി ബ്രോ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഓൺട്രപ്രണറായി മാറി. ആ ഒരു എന്താ പറയാ, ട്രഡീഷണൽ ഫോർമാറ്റിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും ഇപ്പം ബ്രോ ശരിക്കും 22 ഒരു ജെൻസി ഏജ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അപ്പം ബ്രോന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവിടെ ഒരു ടാഗ് ലൈൻ എംപവറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ. അതായത് ഇപ്പം ഷിബിലി ബ്രോയ്ക്ക് എത്രത്തോളം അഷ്യൂർഡ് ചെയ്ത് പറയാൻ പറ്റും, ഞാൻ ഈ ജെൻസികളെ, അതായത് ജെൻസിനെ ഞാൻ നല്ല രീതിക്ക് ഞാൻ എത്രത്തോളം ഞാൻ അവരെ റൈറ്റ് വേയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ഞാൻ എംപവർ ചെയ്തു? ബേസിക്കലി ഇതിലുള്ളൊരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ അതിന് എന്റെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ്. 1000+ ഓൺടർപ്രണേഴ്സിനെ, യങ് ഓൺടർപ്രണേഴ്സിനെ കേരളത്തിൽ നിന്ന് ഞാൻ ഗൈഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത്. അതിലോട്ട് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ഒരു ഡ്രീം ഗോളാണ്. അത് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. തീർച്ചയായിട്ടും ഞാൻ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പാസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് തൊട്ട് ഞാനിങ്ങനെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട്, പണ്ട് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഞാൻ ആക്ച്വലി ട്രെയിനിങ് ഫീൽഡിൽ ഞാൻ ഇങ്ങനെ ആക്റ്റീവ്ലി വന്നു തുടങ്ങിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാഷൻ ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. നമുക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ പാഷൻ എന്ന് വിളിക്കാൻ പറ്റുന്ന. എക്സാക്ട്ലി ആ ഒരു സംഭവമാണ് ഞാൻ എന്റെ ട്രെയിനിങ് സൈഡിലാണെന്നുണ്ടെങ്കിൽ, അതായത് സംസാരിക്കുക. ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും, ഈവൻ നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ 2-3 ഹവേഴ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമ്മളെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇരുന്നിട്ട് കാര്യമുള്ളൂ. ആ രീതിയിൽ ഞാൻ ഷെഡ്യൂൾസിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ആ രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. അപ്പൊ അവിടെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്ന മേഖലകളെ കുറിച്ചാകുമ്പോൾ നമുക്ക് കുറെ സംസാരിക്കാനും ഉണ്ടാവും. അപ്പൊ അത് എന്റെ ഒരു പാഷനായിട്ട് കണ്ടുപോകുന്ന ഒരാളാണ്. അപ്പൊ അതിൽ നിന്നാണ് ആക്ച്വലി പറഞ്ഞ ട്രെയിനിങ് എന്നുള്ളൊരു മേഖലയിൽ വലിയൊരു കോച്ച്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോച്ച്, അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനർ മേഖലയിലോട്ടൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഓഡിയൻസിൽ ഷെയർ ചെയ്യാം. കാരണം നമ്മൾ പറയല്ലോ, നമ്മൾ ബേസിക്കലി എല്ലാവരും പറയുന്ന സാധനം, നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടാന്നുള്ള സംഭവം പറയാം. അതാണ് അതിലൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ ജെൻസി, ഞാൻ പറഞ്ഞ വിഷനിലോട്ട് ഡ്രൈവൺ ആയിട്ട് നമ്മൾ രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കോളേജസിൽ ഞാനിപ്പോ നിലവിൽ ഏകദേശം 60ഓളം കോളേജസ്, 50+ എന്നുള്ളതായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 60ഓളം കോളേജസിൽ ഇപ്പൊ IEDCയുടെ ആണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷന്റെ ആണെങ്കിലും IEEEയുടെ ഭാഗമായിട്ടും, അതല്ലാതെ ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്, അവരുടെയൊക്കെ ED ക്ലബ്ബുകളുടെ, സ്കൂളുകളിൽ ED ക്ലബ്ബുകളുണ്ട്. ഇവരുടെയൊക്കെ ഇവന്റ്സുകളാണെന്നുണ്ടെങ്കിലും, ഇവരുടെ യൂണിയൻ ഇനാഗ്രേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് ഇനാഗ്രേഷൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാനും, അവിടെ പോയിട്ട് നമുക്ക് ഒരു 1 hour 2 hour ഈ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനും, അതായത് നമ്മളുടെ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്റെ അതേ പ്രായത്തിൽ PG പഠിക്കുന്ന, ഇപ്പൊ ഞാൻ MBA ഫൈനൽ സ്റ്റുഡന്റ് ആണ്, എന്റെ അതേ പ്രായത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, PG സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലപ്പോൾ UG സ്റ്റുഡൻസ് ഉണ്ടാവും, സ്കൂളുകളിൽ പോകുന്ന സമയത്ത് ഒരു ഹയർ സ്കൂൾ, ഹയർ സെക്കൻഡറി ആ ഒരു ലെവലിൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ജെൻസി കാറ്റഗറി ആണ് നമുക്ക് അവിടെ കംപ്ലീറ്റ്ലി കിട്ടുന്നത്. എനിക്ക് മോർ ദാൻ കോർപ്പറേറ്റ് ഇവന്റ്സിൽ ഓപ്ഷൻസ് കിട്ടിയാൽ പോലും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് കൂടുതലും ഇത്തരത്തിൽ കോളേജ് സ്റ്റുഡൻസ് ആ ഒരു ഏരിയ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ക്യാമ്പസ് ലൈഫ് മിസ്സായി എന്നുള്ളൊരു സംഭവം, അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. കാരണം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന സമയവും കാര്യങ്ങളും. അപ്പൊ ഒരു 1 to 2 hours അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സംസാരിക്കുന്നത് ഒരു ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, എവിടെ കോളേജസിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു പ്രശ്നം വളരെ വളരെ കുറഞ്ഞ ആളുകളെ ഇതിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു 100 പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2 or 3 കയ്യെ പൊങ്ങുള്ളൂ. ഒരു ഓൺടർപ്രണർ ആവണമെങ്കിൽ, ഒരു ബിസിനസ് ഓണർ ആവണമെന്ന് ആർക്കൊക്കെ താല്പര്യം ഉണ്ട്. യെസ് ഉണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ടൊരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 week മുന്നേ. അവിടെ ഒരു മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരു 1 hour 2 hour സെഷൻ വേണ്ടിയിട്ടായിരുന്നു. അത് BBA സ്റ്റുഡൻസ് ആയതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അതിൽ ഏകദേശം നല്ലൊരു 30% സ്റ്റുഡൻസ് കൈപ്പൊക്കി അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ
പകുതി ആളുകളും പകുതി പൊക്കോളൂ. അപ്പൊ അവിടെ എന്താ അവരുടെ മുന്നിൽ വലിയൊരു കടമ്പ കടക്കണമല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് അവർക്കൊരു ഉള്ളിൽ എവിടെ ഒരു സ്പാർക്ക് ഉണ്ട്, ഒരു ഓൺടർപ്രണർ ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ, എവിടെ, അതിലോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ചലഞ്ചസ് ആയിട്ട് കണ്ടിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഇപ്പം ക്രാഫ്റ്റ്, പിന്നെ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഓരോ ചെറിയ കേക്ക്, കുറെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കുന്ന ടൈം തന്നെ. അപ്പൊ ജെൻസിന്റെ ഒരു സൈഡ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ വേറൊരു സൈഡ് സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നത് കമ്മിറ്റ്മെന്റ് കുറവാണ്, പേഷ്യൻസ് ഒട്ടും ഇല്ല. പിന്നെ പല ഇൻഫ്ലുവൻസേഴ്സിനെ എക്സാമ്പിൾ ആക്കി പറയുന്നുണ്ട്. ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പൊ വളർന്നു വരുന്നത്. അപ്പൊ ഇവരായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകുന്നോണ്ട് എന്താ ഫീൽ ചെയ്തത്? ഞാൻ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള സംഭവങ്ങൾ തന്നെ പല രീതിയിൽ, ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കാൻ നോക്കാന്നുള്ളതാണ്. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ സ്പ്രെഡ് ഔട്ട് ആവുക. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ആളുകൾ അതിൽ നിന്ന് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഈവൻ നമ്മൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ, ബിസിനസ് ഓണേഴ്സ് ആയിട്ടായാലും പൊളിറ്റിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഇവന്റ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഫിസിക്കലി ആണെങ്കിലും ഒരു ചെറിയ പയ്യൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ കാണുന്നതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മളായിട്ട് സംസാരിക്കാൻ കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് കൂടുതലായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ യങ് ജനറേഷനിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അവരുടെ ഓരോ അഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗെയിമിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യം. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് സൈഡും ഉണ്ട്, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് അവർക്ക് വേറൊരു സംഗതിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജനറേഷനെ നമുക്ക് ഇത്തരം ഓൺടർപ്രണൽ മൈൻഡ് സെറ്റും ബിസിനസ് മൈൻഡ് സെറ്റും അതിനെ ലഹരിയാക്കി കൊണ്ടുവരാം. അതെ, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെയും അങ്ങനെ ഒരു രീതിയിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പാഷൻ ഫോളോയിങ് ആയിട്ട് വർക്ക് ചെയ്യാനും അതിനുള്ള ഒരു എക്കോസിസ്റ്റം ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറേഷനെ നമുക്ക് നല്ല രീതിയിൽ ഒരു റൈറ്റ് വേയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു എംപവറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ ക്രാഫ്റ്റിന്റെ കേസ് പറഞ്ഞല്ലോ, നമ്മളുടെ തന്നെ ഒരു ഓൺ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് സാസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നുണ്ട്. അതായത് കുട്ടികളുടെ സ്കിൽസ്, ക്രിയേറ്റീവ്സ് കാര്യങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് സെല് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പൊ നിലവിൽ. അവർ സെല് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് കാര്യങ്ങൾ. പക്ഷെ അവർ ഒരുപാട് ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പേയ്മെന്റ്സ് റിസീവ് ചെയ്യുന്നതിലാണെങ്കിലും, വാട്സ്ആപ്പിലോട്ട് ചാറ്റ്സ് വരുമ്പോൾ പ്രൈവസി ഇഷ്യൂസ് ആണെങ്കിലും, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് അതിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊറിയർ സർവീസ് ഫിസിക്കലി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന്റെ എല്ലാത്തിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഇതിലൊരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് അവരുടെ സർവീസിനെ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാം. പക്ഷെ അതൊരു ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ആ പ്ലാറ്റ്ഫോം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള മാത്രമല്ല, അതൊരു സർവീസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പാരലി നമ്മളൊരു കമ്മ്യൂണിറ്റി കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ IDC ആണെങ്കിലും IEEE ആണെങ്കിലും നമ്മൾ വെറുതെ കോളേജിൽ പോയി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ലോഞ്ചിങ് കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ലോഞ്ചിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോഞ്ചിങ് നമ്മൾ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വെച്ച് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ സ്കില്ലിനെ അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ സ്കില്ലിനെ സെല്ല് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാം. അപ്പൊ എങ്ങനെ അത് സെല്ല് ചെയ്യാം, ഹൗ ടു സെൽ, ഹൗ ടു മാർക്കറ്റ്, എങ്ങനെ ക്ലയൻസിനോട്ട് അത് എത്തിക്കാം. അപ്പൊ അതിനുള്ള ഫ്രീ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ വലിയൊരു ഓഡിയൻസിനെ, ഒരു കമ്മ്യൂണിറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതിൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് അവരുടെ സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നു. ഓഫ്കോഴ്സ് നമുക്ക് അവിടെ ഒരു റവന്യൂ സൈഡ് ഉണ്ട്. അവർ കൊണ്ടുവരുന്ന ബിസിനസിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് റവന്യൂ സൈഡും കാര്യങ്ങളും നമ്മുടെ സൈഡും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതും ഈ പറഞ്ഞതിന്റെ ഒരു പാർട്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ ജൂനിയർ ടെക്കീസ് എന്നുള്ള ഫോം ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ചെറിയ കുട്ടികളിലോട്ടുള്ളതാണ്. അവരൊരു ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും AI-യിലും അതുപോലെ ടെക്കിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇനീഷ്യലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ 7ാം ക്ലാസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. നമ്മൾ സമ്മർ ക്യാമ്പുകളൊക്കെ പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളൊക്കെ ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് ആ ഒരു ഓരോ കാര്യങ്ങളോട് താല്പര്യം കാണിച്ചു തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലോട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റിൽ നിന്ന് അവരെ വഴി തെറ്റിപ്പോയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെടാൻ വരുമ്പോൾ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം മാറ്റി അതിലോട്ടൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ റൈറ്റ് വേ ഓഫ് മെത്തേഡ് എന്താണ്. ഞാൻ എവിടെയോ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത്
തൊട്ടേയുള്ള ഒരു ശീലമാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പോക്കറ്റ് മണി അല്ലെങ്കിൽ നമ്മൾ വിഷു കൈനീട്ടായിട്ടും പെരുന്നാൾ പൈസ ആയിട്ടൊക്കെ നമ്മൾ മുതിർന്നവർ കൊടുക്കുമ്പോൾ അതെ. കുട്ടികൾ അതിനകത്ത് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുതിർന്നവരത് വാങ്ങി വെക്കും. അവർ അതിൽ നിന്ന് മേടിച്ചിട്ട് മേടിച്ചു വെക്കും. അതായത് ഈ പൈസ എന്ന് പറയുന്ന സാധനം നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ടില്ല, ആയിട്ടില്ല. യെസ് യെസ്. അത് എന്തോ വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാം. നേരെ മറിച്ച് ആ പൈസ അവരുടെ തന്നെ വെച്ചിട്ട് ഇത് എന്തിനാ ചെലവാക്കിയെന്ന് എന്നോട് പറയണം കേട്ടോ, നോക്കിയിട്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതെങ്ങനെ ചെലവാക്കണം എന്നുള്ളൊരു റൈറ്റ് വേ ഓഫ് മെത്തേഡ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫാമിലിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാന്നുള്ള, അതിനൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അതെ. പ്രൊവൈഡ് ചെയ്ത് യെസ്, കൊടുക്കാം. എക്സാക്ട്ലി. ശരിക്കും നമ്മൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതാണ്. പ്രത്യേകിച്ച് ജെൻസിയുടെ കേസിൽ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്താൽ എന്നുള്ളൊരു സംഭവമാണ് കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുക. നേരെ മറിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോൾ നീ ശ്രദ്ധിച്ച് ചെയ്യണം, ഇങ്ങനെ നിനക്ക് അതിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ, സൈഡ് എഫക്ട്സുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള അവരെ കറക്റ്റ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് അത് നീ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് അത് തീർച്ചയായിട്ടും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് ഉണ്ടാക്കുന്നത്. നമ്മള് ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറഞ്ഞ മൂവിയില് ഒരു കോട്ടുണ്ട്, അതായത് ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ്സ് എവർ ഡൈസ്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആവുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഒരു ഓൺടർപ്രണർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ചുറ്റിലും എപ്പോഴും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചുറ്റിലും കാണുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്താ പറയാ, അതിനിപ്പോ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിലും കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിൽ ഓരോ കാര്യങ്ങൾ പഠിക്കാനാണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണെന്നുണ്ടെങ്കിലും അതെപ്പോഴും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ഫ്യൂൽ ഉണ്ടായിരിക്കണം. അതിൽ പേഴ്സണലി ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണെങ്കിലും കസ്റ്റമർ നീഡ് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റും സർവീസും നമ്മൾ ഓഫർ ചെയ്യുന്ന ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഡേ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടാവും. അതിന് നമ്മൾ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബിസിനസ് ആക്കാലോ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മൈൻഡ് സെറ്റിന്റെ ആ ഒരു മൈൻഡ് സെറ്റിനെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് എനർജി കിട്ടുന്ന, നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങളിലും കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മുന്നിൽ ഓടുന്ന ആളുകളിലോട്ട് നോക്കുക എന്നുള്ളതാണ്. നമ്മളെക്കാൾ നന്നായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഏജിലാണെന്നുണ്ടെങ്കിലും, ഞാൻ ഇന്നിപ്പോ ഈ ഒരു ഏജിൽ നിന്ന് സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും 18ഉം 19ഉം വയസ്സുള്ള ഇതിനേക്കാൾ നന്നായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന, സ്റ്റാർട്ടപ്പ് സൗണ്ട് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അവര് ബഡ്ഡിംഗ് സ്റ്റേജിലായിരിക്കാം. ചിലപ്പം അവരിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ജസ്റ്റ് അതിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിൽ, സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന എഫേർട്ട്, അവരിടുന്ന വർക്ക്, അവരിടുന്ന എഫേർട്ടും കാര്യങ്ങളും ഒരു പക്ഷെ നമ്മളൊരു പോയിന്റിൽ ഇട്ടിരുന്ന എഫേർട്ട് ആയിരിക്കും. നമ്മളന്ന് അത്രയും പണി എടുത്തിട്ടുണ്ടാവും, അത്രയും മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ ചിലപ്പോൾ അത്രയും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അത് എപ്പോഴാണ് തോന്നുക? അത് അവരിലോട്ട് നമ്മൾ നോക്കുമ്പോഴാണ്. നേരെ പക്ഷെ നമ്മൾ അവരിലോട്ട് നോക്കാതെ നമ്മൾ ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ നോക്കിയിട്ട് ഞാനിത് ഭയങ്കര സംഭവമാണെന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇല്ല, അവിടെ നിന്ന് പിന്നെ താഴോട്ടാണ് നമ്മള്. അപ്പൊ അവിടെ നമ്മൾ തന്നെ നമുക്കുള്ളൊരു ഫ്യൂൽ ഉണ്ടാക്കും. നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ ചുരുങ്ങാതിരിക്കാൻ നോക്കുക. ഈവൻ നമ്മൾ ഈ മൾട്ടിപ്പിൾ ബിസിനസ്സിലോട്ട് പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു ബഡ്ഡിംഗ് ഓണ്ടർപ്രണർ. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിലായിട്ട് നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബഡ്ഡിംഗ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ആ ഒരു ഫ്യൂല് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ എനർജി ലോസ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഒരു കംഫർട്ട് സോൺ, അത് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇതുപോലെ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്യൂല് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിനെ ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തോന്നേണ്ടത് ഈ പറഞ്ഞ ഒരു ലക്ഷറി കാർ മുന്നിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 100 കമ്പനിയുള്ള ഒരു ബിസിനസ് ഓണർ സ്റ്റോറി കേൾക്കുന്ന സമയത്ത്, അപ്പൊ നമ്മളൊന്നും ആയിട്ടില്ലല്ലോ, നമ്മൾ ഇതിന്റെ ഒരു 1% പോലും ആയിട്ടില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. എന്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു വിഷൻ, ഞാൻ കാണുന്ന ഒരു വിഷൻ, ഇപ്പൊ എന്റെ റോയൽ അസറ്റ്സിന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കേസിലാണെങ്കിലും, പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ, എന്റെ കരിയർ ആണെന്നുണ്ടെങ്കിലും, എന്റെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു 1% പോലും ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അങ്ങനെ എന്നെ കാണും.
കാരണം ഞാൻ 100% ഇപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല, പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. അതെ, നമ്മൾ 100% എന്താണെന്നുള്ള അതിന്റെ പെർഫെക്റ്റ് മോഡൽ എന്താണ്, അല്ലെങ്കിൽ ഇത്ര കമ്പനീസ്, അല്ലെങ്കിൽ ഇത്ര മില്യൺസ്, അല്ലെങ്കിൽ ഇത്ര ബില്യൺസ്, അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ അതിന് 1% ഞാൻ ഇപ്പോഴും ആയിട്ടുള്ളൂ. ഇനിയും എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഡ്രൈവ് ചെയ്യാം, നമുക്ക് അതിനോടുള്ള ഒരു ഫോഴ്സ് കിട്ടും. നമ്മളെ തന്നെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്കോസിസ്റ്റം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുന്നത് ഈ ഒരു പാഷന്റെ പുറത്തായിരുന്നോ, അതോ ഇപ്പൊ ഒരു ബിസിനസിന് ശരിക്കും സോഷ്യൽ മീഡിയ ഇന്നവിറ്റബിൾ ആണ് എന്നുള്ളതുകൊണ്ട് ഒരു? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു ഇനീഷ്യലി. ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലോട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആണ്. അതേ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഓട്ടോമോട്ടീവ് ക്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ട്രാവൽ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ട്രാവൽ ഏജൻസി ഒക്കെ ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ട്രാവലിംഗ് കിട്ടും, നമ്മൾ ലോക്കലിയുള്ള ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതിന്റെ ഏർലി സ്റ്റേജസ് മുതൽ. അപ്പൊ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അന്ന്. ഒന്നുമില്ല, നമ്മൾ ചെറിയ പോസ്റ്റ് ഫോട്ടോ ഇടുന്നു കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ആക്റ്റീവ് സിനാരിയോയിൽ ഞാൻ കൊണ്ടുവരുന്ന സംഭവമായിരുന്നു. ഒരു അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റും. സോഷ്യൽ മീഡിയ അഡിക്റ്റീവ് ആയിരുന്നു ആക്ച്വലി. അതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് സൈഡായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ നമ്മൾ മോണിറ്റൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോൾ അവിടെ കോണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫൈനാൻസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി. അന്ന് അവിടെ ഒരു റൈറ്റ് സ്പേസും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ, ഫൈനാൻസിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഈ പറഞ്ഞ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടാണ് ഒരു കറക്റ്റ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ലെവലിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഓരോരോ വെർട്ടിക്കൽസിലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരോ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ ജേർണി ഷെയറിങ് പറഞ്ഞ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ജേർണി കാര്യങ്ങൾ ഷെയർ ചെയ്യും, നമ്മുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണെങ്കിലും. അപ്പൊ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ കോണ്ടന്റ്സ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താവും നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കോണ്ടന്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലുള്ള അത് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു വലിയൊരു ഓഡിയൻസിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, എക്സാക്ട്. നമുക്ക് ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ ബിസിനസ്സിലോട്ട് വന്നത്. ബട്ട് ആ ബിസിനസ്സിനെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ബ്രേക്കിങ്ങിലൂടെ എത്തിക്കാനാണെങ്കിലും പെട്ടെന്ന് പ്രോഫിറ്റ് മേക്കിംഗ് ആക്കാൻ പറ്റിയതും ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ വന്ന ഓഡിയൻസ്, ആ ഓഡിയൻസിൽ നിന്ന് ഉണ്ടാക്കിയ ട്രസ്റ്റ്, അതിൽ നിന്ന് കൊണ്ടുവന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലോട്ട് വേണ്ട സർവീസും പ്രൊഡക്റ്റും നമ്മൾ ഡെലിവർ ചെയ്തു. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു കോളേജിൽ പോയിട്ട് പറഞ്ഞ സെഷൻ എടുത്ത സമയത്ത് ഫ്രം സീറോ എങ്ങനെ ഒരു $1 ബില്യൺ കമ്പനി ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള 4 സാധനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ടൂൾസുകൾ, കാര്യങ്ങൾ, പേഴ്സണൽ ബ്രാൻഡിങ്, കോണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ലിവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹1 കോസ്റ്റ് ഇല്ലാതെ $1 ബില്യൺ കമ്പനീസ് വരെ ഇന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്ത ആളുകളുണ്ട്. അതിന് സിമ്പിൾ വേ ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് ഒന്നും ഇല്ല. ഞാനും സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഒരു മൊബൈൽ ഫോണിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നേരെ വീഴുന്ന വീഡിയോ എടുത്തൊരു മൈക്ക് പോലും ഒന്നും ഇല്ലാതെ നേരെ നിന്ന് വീഡിയോ എടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ക്യാമറയിൽ മൈക്കിലൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സ്റ്റേജിൽ നിന്നാണ്. ഇന്ന് എന്റെ പ്രൊഫൈൽസിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും, ആ ജേർണി കാണാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത സംഭവം. ആ കോളേജിലുള്ള ഓരോ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ നീഷ് ഉണ്ടാവും, അവരുടെ പാഷൻ ഉണ്ടാവും. ആ പാഷനെ കുറിച്ച് സംസാരിക്കാം, അവരുടെ സ്കില്ലിനെ കുറിച്ച് സംസാരിക്കാം, ആ മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു മേഖലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് നിങ്ങളിലോട്ട് ഇങ്ങനെ വന്നു. ആ ഓഡിയൻസിനെ നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി, ഒരു കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഇന്ററാക്ഷൻസ് കൊണ്ടുവന്നു. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ അറിയുന്ന ഒരു വലിയൊരു ഓഡിയൻസ് നിങ്ങളോട് ഉണ്ടാക്കി. അപ്പൊ അതൊരു സെക്ടറിനെ, ഒരു ഫീൽഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ആ ആളുകൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാവും. സിമ്പിൾ. നമ്മൾ ഏത് ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ ഒരു ഫുഡ് വ്ളോഗർ ആണെന്നുണ്ടെങ്കിലും, ട്രാവൽ വ്ളോഗർ ആണെന്നുണ്ടെങ്കിലും, ഏത് ഇൻഡസ്ട്രിയിൽ വ്ളോഗിങ് ചെയ്യുന്ന ആളാണ്, ടെക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവിടെ ആ ഒരു റൈറ്റ്ഫുൾ ഓഡിയൻസിന് വേണ്ട പ്രൊഡക്റ്റും സർവീസും ഉണ്ടാവും. അത് നമുക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഡക്റ്റും സർവീസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഇനിയിപ്പോ പറഞ്ഞ പോലെ എന്തെങ്കിലും അപ് ഫ്രണ്ട് വരുമോ എന്നുള്ള, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് അപ് ഫ്രണ്ട് പോലും ഇല്ല. അവിടെ അപ് ഫ്രണ്ട് വരുന്ന ക്യാപിറ്റൽ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്സ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് റീസെൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വിത്തൗട്ട് എനി കോസ്റ്റ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് നമ്പറിൽ സെയിൽസും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണോ ശരിക്കും റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ എത്തുന്നത്? ആക്ച്വലി ചെറിയ രീതിയിൽ ട്രേഡിംഗ് തുടങ്ങി, ട്രേഡിംഗിൽ ലാഭം ഉണ്ടാക്കി, പിന്നെ വലിയ രീതിയിൽ നഷ്ടം നേരിട്ടു, പിന്നെ അത് പ്രോഫിറ്റ് ആക്കി. ആ ഒരു പോയിന്റിലാണ് മനസ്സിലായിട്ടുണ്ടാവുക എനിക്കിത് കഴിയും. അതിനുശേഷമാണ് നമ്മൾ ഒരുപാട് ആളുകളുടെ വെൽത്ത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിലേക്ക് എത്തുന്നത്, അല്ലെ? അപ്പൊ ബ്രോയിനെയും ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയല്ലായിരുന്നു? ഈ കമ്മ്യൂണിറ്റിയുടെ കേസ് പറഞ്ഞല്ലോ, ഞാൻ ട്രേഡിംഗിലെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതിന്റെ ഐഡിയോളജി എനിക്ക് വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോമോട്ടീവ് ക്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
സൗത്ത് ഇന്ത്യ ലെവലിൽ മെമ്പേഴ്സ് ഉള്ള ഒരു പറഞ്ഞ 2 സ്ട്രോക്ക് റൈഡേഴ്സിന്റെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലബിന്റെ ഒരു അഡ്മിൻ പാനൽ മെമ്പർ ആയിരുന്നു ഞാൻ അന്ന് ഐഡി സ്റ്റേജസിൽ. കാരണം ഈ 2 സ്ട്രോക്ക് വിന്റേജ് വാഹനങ്ങളുള്ള ഇഷ്ടത്തോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ടാണ് ഞാൻ എന്റെ സ്റ്റിക്കർ കീസ് എന്ന് പറയുന്ന ഫേമിന്റെ പ്രോഡക്റ്റ് ഞാൻ സെല് ചെയ്തത്. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താ, എനിക്ക് എന്റെ വണ്ടിയിൽ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കർ ഞാൻ ഷോപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് പെർ സ്റ്റിക്കറിന് ഭയങ്കര കോസ്റ്റ് ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സ്റ്റിക്കേഴ്സ് ഡിസൈൻ ഞാൻ തന്നെ ഫോട്ടോഷോപ്പ് ഉണ്ട്, ഞാൻ ഫ്രീ ഡിസൈൻസും കാര്യങ്ങളും എടുത്തിട്ടും അല്ലാണ്ട് ഡിസൈൻസ് നമ്മളെ ഐഡിയാസിൽ ഡിസൈൻസ് ലോക്കൊക്കെ ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്തു, അതൊരു പ്രിന്റിംഗ് ഒക്കെ ആക്കി. എനിക്കൊരു DTP പ്രിന്റിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നടത്താൻ കൊടുത്ത രീതിയിൽ നമ്മൾ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, വിനൈലിൽ പ്രിന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ചു. എനിക്ക് ആകെ കോസ്റ്റ് ഒന്ന് 30, നേരത്തെ പറഞ്ഞ 10-60 രൂപ കോസ്റ്റ് എനിക്ക് വന്നുള്ളൂ പ്രിന്റിന്. പക്ഷെ അതിന് പെർ സ്റ്റിക്കറിന് 200-300 രൂപ വരുന്നുണ്ട്. അപ്പൊ 50ഓളം സ്റ്റിക്കർ ഒരു ഷീറ്റിൽ പോകും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, സ്റ്റിക്കർ എവിടെ നിന്ന് മേടിച്ചേ? കാരണം ഈ ആളുകൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ സ്റ്റിക്കർ എവിടെ നിന്ന് മേടിച്ചേ, എനിക്ക് മേടിക്കണം, ലിങ്ക് ഉണ്ടോ അല്ലെങ്കിൽ ഏത് സൈറ്റിലാ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, അപ്പൊ എനിക്കൊന്ന് ചെയ്തു തരുമോ? അവിടെയാണ് നമ്മൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതെനിക്ക് സെല് ചെയ്യാലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ചെയ്യാം. ഞാൻ ആ സെയിം ഫയൽ നേരെ പ്രിന്റ് കൊടുക്കും. ഒരു ദിവസം ഒരു 4-5 ഓർഡർ ഉണ്ടാവും. 4-5 ഓർഡർ ഞാൻ പ്രിന്റ് ചെയ്യും, നേരെ പ്രിന്റ് ചെയ്യുന്നു. അത് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ പിന്നെ ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വാട്ടർ പ്രൂഫിലൊക്കെ നമ്മൾ ചെയ്തു. ഇനിഷ്യലി നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ചെയ്തായിരുന്നു, പ്രിന്റ് ചെയ്തായിരുന്നു. അത് ക്വാളിറ്റിയിൽ വിനൈൽ പ്രിന്റിംഗ് ചെയ്തു. ബൾക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റി. ഒരു 30-40 രൂപ TTDC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ദിവസം 4-5 പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. ഒരു പ്രൊഡക്റ്റും ഏകദേശം 100-150 രൂപ വരെയ്ക്ക് മാർജിൻ എടുക്കാൻ പറ്റി. അത് സ്റ്റിക്കർ കീസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഇന്നും ഉണ്ട്. അത് പക്ഷെ എന്നാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് ശരിക്കും ഇതിന്റെ ഒക്കെ തുടക്കം സ്റ്റിക്കർ കേസ് നമ്മളെ നമുക്കൊരു ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി സ്റ്റിക്കർ കീസ് ആയിരിക്കും എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചതിന് ഫോളോ അപ്പ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അതായത് സ്റ്റിക്കർ കേസ് തുടങ്ങിയതിനു ശേഷം നമ്മൾ റോയൽ എസ്റ്റേറ്റ് തുടങ്ങിയല്ലോ. ശരിക്കും റോയൽ എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു റിസ്കി ഗെയിം അല്ലായിരുന്നു. കാരണം അതുവരെ നമ്മൾ സ്വന്തം മണി ഉപയോഗിച്ച് സ്വന്തം അസറ്റ് ഉപയോഗിച്ച് ചെയ്തിരുന്ന ഒരു കളി നമ്മൾ ബാക്കിയുള്ളവരുടെ വെൽത്ത് വെച്ചിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. പ്രത്യേകിച്ച് ഇത്രയും യങ് ഏജിൽ ആൻഡ് ഓൾസോ അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്. സോ ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല ഇത്ര റിട്ടേൺ ഉണ്ടാവും. എന്നിട്ട് പോലെ ആ ഒരു ധൈര്യത്തിൽ മറ്റുള്ളവരുടെ വെൽത്ത് വെച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ആ ഗെയിം എത്രത്തോളം റിസ്ക് ആയിരുന്നു? റിസ്കിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ റിസ്ക് എടുക്കണമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ ആ ഒരു സെറ്റ് ബാക്സും കാര്യങ്ങളും മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ റിസ്ക് എടുത്തേ പറ്റൂ എന്നൊരു ഫേസ് അവിടെ ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഒരു കുഴിയിൽ ചാടാനായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ഇനീഷ്യലി എന്നെ മെത്തേഡ് ഫോളോ ചെയ്തെന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ട്രേഡിംഗ് ഒന്നുകൊണ്ട് മാത്രം റൺ ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഇനീഷ്യലി ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എത്ര രൂപ മാസം കൊടുക്കാൻ പറ്റും ഒരു ഇൻവെസ്റ്റർ എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഇൻവെസ്റ്ററിന് ഒരു മാസം എനിക്ക് എത്ര രൂപ ലാഭം കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്, എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് ഞാൻ ഫണ്ട്സ് എടുത്തത്. സെയിം പ്രോസസ് തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഒരു മന്ത്ലി റവന്യൂ നമ്മൾ എല്ലാ കമ്പനീസിൽ നിന്ന് പൂൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും അത്രേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡൈലൂട്ട് ചെയ്യുള്ളൂ. ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിൽ മാനേജ്മെന്റ് സൈഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റർ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 30% ആണ് നമ്മുടെ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ എക്സ്പാൻഷനുകളാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഇനി ഇൻക്യുബേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിലാവാം. നമ്മൾ ഒരു ക്വാർട്ടറിൽ ഒരു 3 സ്റ്റാർട്ടപ്സ് വെച്ച് ഇൻക്യുബേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കി 70% അതെ, ബാക്കി 30% പിന്നെ ഒരു 30% നമ്മൾ ബിസിനസ്സിൽ, ബാക്കി ഒരു 30% നമ്മളെ ട്രേഡിംഗ്, നമ്മുടെ മെത്തേഡ്സ് ഓഫ് പല മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ മാർക്കറ്റ് തന്നെയാണ്. പിന്നെ ഒരു 30% നമുക്ക് നമ്മുടെ ഇക്വിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഷോർട്ട് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ്. അത് നമ്മുടെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വരുന്നത്. പിന്നെ ഒരു 10% എപ്പോഴും നമ്മൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അസറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ അന്ന് മുതലേ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. എത്ര പെർസെന്റേജ് റിട്ടേൺ കൊടുക്കും? എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമുക്ക് 2-3% എന്നുള്ള സ്കെയിലാണ് പെർ മന്ത്. ഇത് ആക്ച്വലി നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു ഹ്യൂജ് നമ്പർ തന്നെയാണ്. അതെ, അത് വലിയൊരു നമ്പർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് നമുക്കത് കൊടുക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്പർ ഓഫ് ഇൻകം സോഴ്സുകളും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് കൊണ്ടും ഇപ്പോഴും നമ്മൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ അതിന് എന്താണ് ഒരു ക്രൈറ്റീരിയ വെക്കുന്നത്? അതായത് ഒരാൾക്ക് നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇന്ന എമൗണ്ട് മാൻഡേറ്ററി ആണോ അല്ലെങ്കിൽ മിനിമം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരെയും അങ്ങോട്ട് അപ്രോച്ചസ് ചെയ്യാറില്ല. ഞാൻ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് അങ്ങോട്ട് അപ്രോച്ചസ് ചെയ്യാറില്ല. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ്സുകളും ഗ്രോത്തും നമ്മളെ ജേണിയും ഒക്കെ കണ്ടിട്ട് നമ്മളുടെ ഒരു ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളിലോട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു പാർട്ട് ആവാന്നുള്ളതാണ് അവരോട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നിലവിൽ 49 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കഴിഞ്ഞ 4 വർഷത്തെ ജേണിയിൽ. അറൌണ്ട് 3.5 CR AUM നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നിലവിലെ കണ്ടീഷനിൽ നമുക്ക് ഒരു 5 CR വരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേ ഔട്ട് കൊടുക്കാൻ പറ്റുന്നത്. 5 CR വരെയുള്ള പേ ഔട്ട് നമുക്ക് മന്ത്ലി കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ ഇത്രയും കമ്പനീസിൽ നിന്നായി. മിനിമം എമൗണ്ട് നമുക്ക് 1 lakh മുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താണെന്നറിയോ, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു എമൗണ്ടിൽ HNI കാറ്റഗറിയിൽ പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ചെറിയ എമൗണ്ടിൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഒരു PMS പോലും വലിയൊരു എമൗണ്ട് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിന് പോലും. അപ്പൊ അവിടെ നമ്മളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഒരു കീ പോയിന്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരിക്കലും അതൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല എടുക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതിലൊരു ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടി നമ്മൾ ഇൻകം സോഴ്സ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്നു, ഒരു പാർട്ട് എന്നുള്ള നമുക്ക് സെക്യൂരിറ്റി അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ. അതല്ലാതെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഫേവറിനനുസരിച്ചാണോ നമ്മളത് ചെയ്യാറ്? നമ്മൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്, പ്രോപ്പർ സിസ്റ്റം പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും. ട്രേഡിങ്ങിനോട് ഫിയർ ഉള്ള ആളുകൾ ഇല്ല, നമുക്ക് അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ശരിയാ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ എത്തിക്കൽ ക്രൈറ്റീരിയാസ് ഉള്ള ആളുകളുണ്ടാവും. എത്തിക്കൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ വേണം. ഓഫ് കോഴ്സ് നമ്മളും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ആളാണ്. സോ എനിക്കും അതേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളതും ആ ഒരു രീതിയിലാണ്. അപ്പൊ എന്റെ ട്രേഡിംഗ് മെത്തേഡ്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ എത്തിക്കൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് അലോക്കേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു ഇൻവെസ്റ്റർ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ട്. എനിക്ക് പേഴ്സണലി എത്ര എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നാലും ഞാൻ അതിന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് കൺവിൻസിങ് ആയിരിക്കണം ആ ഒരു ഇൻവെസ്റ്റർ. കാരണം ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി അയാളുടെ പൈസ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ നിന്നാണ് അയാൾക്ക് പൈസ റവന്യൂ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ് സിസ്റ്റം വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനൊരു എഫേർട്ട് കാണിക്കുന്ന ഒരാളും അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഈവൻ അവരുടെ എഫേർട്സോ ടൈമോ ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ്ലി പാസീവ് ഇൻകം ആണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്ലി പേ ഔട്ട് നമ്മൾ സെൻഡ് ചെയ്തു എന്നുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴെങ്കിലും റിസീവ് ആയി, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു, നമ്മുടെ ജേണിയെ കുറിച്ച് അറിയാനും നമ്മളുടെ ഒരു ഫോളോ അപ്പുകൾ കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പൊ 49 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുണ്ടോ? ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് വരാറില്ല. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടും എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മളെ കൺവിൻസിങ് ആക്കിയിട്ട് നമ്മൾക്കും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വിഡ്രോവൽ ക്രൈറ്റീരിയാസിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് 1 year എന്നുള്ള ഒരു ഫ്രീസിംഗ് പീരീഡ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും റീസണബിൾ ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോവൽ പോസിബിൾ ആക്കി കൊടുക്കാറുണ്ട്. 1 week മുന്നേ ഇൻഫോം ചെയ്യാന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ലിക്വിഡിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും വിഡ്രോവൽസ് വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോയോ കാര്യങ്ങളോ ബാധിക്കാതെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലയന്റിന് ഒരു പ്രോബ്ലം എപ്പോഴാണ് വരുന്നത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം, ഒരു ബാഡ് എക്സ്പീരിയൻസ് വരേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ ബാഡ് എക്സ്പീരിയൻസുകൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ട്രേഡിങ്ങിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്തിട്ട് എൽഗോസ് ക്രിയേറ്റ് ചെയ്ത് ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ റോയൽ എൽഗോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി അതൊരു അൽഗോരിതം വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി റോയൽ ഗോൾഡ് അൽഗോ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് അത് ഓട്ടോമേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ബിസി ലൈഫിലോട്ട് പോകാം, ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ ട്രേഡിംഗിൽ ടൈം എന്നുള്ള സംഭവം എഫർട്ടും ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം. അപ്പൊ അവിടെയുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് പറയുന്നത് നമ്മളുടെ നമുക്കത് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ, അതായത് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അൽഗോരിതം വെച്ച് ഡെവലപ്പ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസും അതുപോലെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ റോയൽ ഗോൾഡ് ആൽഗോ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ ഓൺ
ഓൺ ട്രേഡിംഗ് സിസ്റ്റത്തെയും ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റത്തെയും ഒക്കെ നമ്മൾ ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് അതിലൂടെ ചെയ്യുന്നത്. ഓക്കെ. എനിക്കിപ്പം ലൈക്ക് എന്റെ കയ്യിൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കത് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജിനെ ഇവാലുവേറ്റ് ചെയ്യും, ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, ബാക്ക് ടെസ്റ്റിംഗ് പ്രോസസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളും അതിന്റെ റിസ്ക് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നോക്കും. അതിലിപ്പോ നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നമ്മൾ കൊടുക്കും. എന്നിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. അതൊരു ജേണിയാണ്. പിന്നെ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത ഫേസ് വരുന്നത്. അവിടെ നമുക്ക് കുറെ ചലഞ്ചസ് ഉണ്ടാവും. കാരണം മാർക്കറ്റിൽ ഓരോ ഫേസസ് വരുമ്പോഴാണ് ഇത് വർക്കിംഗ് ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം പുതിയൊരു ലൈവ് ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തു. കാരണം മാർക്കറ്റിൽ ഓരോ ഫേസസ് ഉണ്ടാവും. ഒരു ബുൾ റണ്ണിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിയർ റണ്ണിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടേഷനിൽ പോകുമ്പോൾ ഇത് എത്രത്തോളം വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൊമെന്റം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും അയാൾക്ക് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡെവലപ്പിംഗ് പ്രോപ്പർ ആണ്, ഈ ബഗ് ഫിക്സിംഗ് ആൻഡ് ബഗ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജേണി അവിടെ വരുന്നുണ്ട്. കുറച്ചൊരു റിസ്കി ഏരിയ ആണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പർലി അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിനൊരു 100% AI ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല ഒരിക്കലും. ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും, ക്യാൻഡിലെ മൂവ്മെന്റ് പോലും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ ടാർഗറ്റ്സ് ആണെങ്കിലും എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എങ്ങനെ നമ്മൾ ഇതാക്കണം, ഇതൊക്കെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചിട്ടുള്ള അൽഗോരിതം ആയിരിക്കും. കാരണം ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂസിലും പോഡ്കാസ്റ്റിലും ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ കൂടുതൽ ട്രേഡിംഗ് റിലേറ്റഡ് ഇപ്പൊ ഇവിടെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് ചതിക്കുഴികളെ കുറിച്ചും സ്കാമുകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. കാരണം ആളുകൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പൈസ വെറുതെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ AI എന്നുള്ള ടോപ്പിക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് കൊണ്ട് AI ട്രേഡിംഗ് അല്ലെങ്കിൽ AI വെച്ചിട്ട് എന്ത് സാധനം വിറ്റാലും, പണ്ട് നമ്മള് ഈ ഹോട്ടലുകൾക്ക് നാടൻ എന്നുള്ളൊരു പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റിലും നമ്മൾ നാടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്നുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഗാനിക് അങ്ങനത്തെ സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ആളുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ സെലക്ട് ചെയ്യാൻ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ ട്രെൻഡ് ചൂസ് ചെയ്തിട്ട് പോകുന്നത്. അതുപോലെയാണ് ആക്ച്വലി ഈ AI ട്രേഡിംഗ് എന്നുള്ള ഒരു ബാനറിൽ കൊണ്ടുവന്നിട്ട് ആക്ച്വലി AI അല്ല, ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈവൻ ChatGPT ഉപയോഗിച്ച് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്താൽ പോലും അവിടെ നമ്മൾ കൊടുത്ത ഡാറ്റയാണ്, നമ്മുടെ സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ആവുന്നത്. അപ്പൊ ഇവ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയെ നമ്മളുടെ ഇന്റലിജൻസിനെയാണ് അവിടെ കൊടുക്കുന്നത്, നമ്മളെ ഹ്യൂമൻ ഇന്റലിജൻസ് ആണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മളവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിലോട്ട് വരുന്ന കേസിൽ വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആൽഗോസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, അത് ഈ മാസം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി, അന്നപ്പോൾ അതിന് ഇത്രയും ലക്ഷം രൂപ ഇട്ടിട്ട് അതങ്ങ് ഡ്രൈവ് ചെയ്യാം, ഈ മാസം ഇത്ര പെർസെന്റേജ് കിട്ടി, എല്ലാ മാസം പെർസെന്റേജ് കിട്ടും. ഇല്ല, ആൽഗോ ആണെന്ന് വിചാരിച്ചിട്ട് സിസ്റ്റം ഒരേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു വിചാരിച്ചിട്ട് എല്ലാ മാസം ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രോഫിറ്റ് കിട്ടൂല. കാരണം എന്താ, മാർക്കറ്റ് എല്ലാ ദിവസവും ഒരുപോലെയല്ല, ഇന്നുള്ള മാർക്കറ്റ് അല്ല, നാളെയുള്ള മാർക്കറ്റ് അല്ല, മറ്റന്നാൾ ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പൊ ഈവൻ നമുക്ക് ഫോറക്സിലൊക്കെ ഗോൾഡിന്റെ കേസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗോൾഡ് ഓൾ ടൈം ഹൈ റീച്ച് ചെയ്തു. അപ്പൊ ലെവൽ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽസ് ഇല്ല, പിന്നെ സപ്പോർട്ട് അസിസ്റ്റൻസ് ആണെങ്കിൽ ആ ലെവലിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ ഇതുവരെയുള്ള മാർക്കറ്റ് ഹിസ്റ്ററി അനലൈസ് ചെയ്തിട്ട് AI കണ്ടെത്തുകയാണ് ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. അങ്ങനെയുള്ള ഒരു പോയിന്റിൽ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ? എല്ലാവർക്കും പ്രോഫിറ്റ് എന്നുള്ള ഒരു സംഭവത്തിൽ വർക്ക് ആവില്ല. കാരണം ബയ്യർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആര് വേണം? സെല്ലർ വേണം. അവിടെയാണ് അതിന്റെ ഒരു പോയിന്റ് വരുന്നത്. ഒരാൾക്കൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരാളുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്, അവിടെ ഒരാൾ സെല്ല് ചെയ്യാൻ വേണം. എല്ലാവരും ഒരേ മെത്തേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരും ബൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സെല്ലേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ബൈയിങ് നടക്കില്ല. മാർക്കറ്റ് എന്തില്ല, മാർക്കറ്റിന്റെ അൽഗോരിതം വർക്ക് ആവില്ല, മാർക്കറ്റ് വർക്ക് ആവില്ല. അപ്പൊ അവിടെ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വൺസ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു വിൽക്കാനുള്ള ഒരാൾ ഉണ്ടാവുമ്പോഴേ വാങ്ങാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ നഷ്ടപ്പെടുന്ന പൈസ ഇങ്ങോട്ട് കിട്ടുന്ന കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. അപ്പൊ ഒരാളിപ്പോ ഒരു 100 രൂപയിൽ മേടിച്ചിട്ടുണ്ടാവും, അയാൾ 200 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവും. 200 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മേടിക്കുന്നത്, അത് ചിലപ്പോൾ ഇവിടെ 300 രൂപ, നിങ്ങൾ 300 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 300 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മേടിക്കുന്നത്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ 250 വിറ്റേക്കാം, ചിലപ്പോൾ നഷ്ടത്തിൽ വിറ്റേക്കാം. അപ്പൊ ചിലപ്പോൾ ഞാൻ വീണ്ടും 250 രൂപ മേടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരാൾ വിൽക്കാനുണ്ടായാലും വാങ്ങാനുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ഒരേ മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. അപ്പൊ അവിടെ ബേസിക്കലി നല്ലൊരു വോളിയം ഉള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ട്രേഡേഴ്സും ഒരുപാട് ഇൻഡിവിജ്വൽസും ഒരുപാട് HNIസും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വോളിയം ഉള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റും ട്രേഡിംഗ് നടക്കുന്ന ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അൽഗോരിതംസ് വർക്ക് ആവും. ബട്ട് അത് ഈ പറഞ്ഞ പോലെ എന്നും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ആവണമെന്നില്ല. മാർക്കറ്റ് ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റുകൾ കൊടുക്കേണ്ടി വരും. അവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ രീതിയിൽ അനാലിസിസ് നടത്തി നമ്മൾ അപ്ഡേറ്റുകൾ കൊടുക്കേണ്ടി വരും. അവിടെ നമുക്ക് ഇന്നത്തെ ടൂൾസുകൾ ഇപ്പൊ AI ഉപയോഗിച്ചിട്ടും അതുപോലെ സംഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പണി കുറക്കാൻ പറ്റും. ബാക്ക് ടെസ്റ്റിംഗ് ആണെങ്കിലും നോക്കിയാലും ഈ അൽഗോ ട്രേഡിംഗ് ഇപ്പോഴും ലീഗൽ ആയിട്ടില്ലല്ലോ. അതായത് ഇത് ലീഗാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇൻഡിവിജ്വലി നമുക്ക് ഇതിന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഫണ്ട് കളക്ഷൻ ചെയ്ത് നമ്മൾ ഇതിനെ ആൽഗോരിതം ബേസിൽ ട്രേഡ് ചെയ്യുന്നതിന് അതിനിപ്പോ ലീഗൽ അല്ല എന്നും പറയാൻ വയ്യ,
ലീഗലാണെന്ന് പറയാൻ വയ്യ, അങ്ങനത്തെ ഒരു ലീഗൽ അല്ലാന്ന് പറയാൻ വയ്യ, അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് അതിൽ സെബിയുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, NSEയുടെ സെബിയുടെ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ അൽഗോരിതംസ് റൺ ചെയ്യുന്ന ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇതിനൊരു ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സിനും PMSകൾക്കൊക്കെ ഉള്ള പോലെ തന്നെ ഒരു റെഗുലേറ്ററി സിസ്റ്റം കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ ക്യാപിറ്റൽ ഇത്ര എമൗണ്ട് റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു സേഫ്റ്റി അഷുറൻസ് കാര്യങ്ങൾ. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ റിസ്ക് ആസ്പെക്ട്സ് ഉണ്ടെന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആയിട്ട് അതിനെ കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും റെഗുലേഷൻസ് ആയിട്ട് വരും, അതിന്റെ ഒരു റീസൺസ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇതിലോട്ടൊക്കെ പോകേണ്ട കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇതിലോട്ട് വരുന്നുണ്ട്, ഈ ഒരു അൽഗോരിതംസിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നല്ല വോളിയത്തിൽ അൽഗോരിതം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. ഈ പറഞ്ഞ പോലെ ചെറിയ പെർസെന്റേജ് ഓഫ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും അതിൽ കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകൾ. അപ്പൊ അവിടെയും നമ്മൾ പറഞ്ഞതാണ്, മാർക്കറ്റ് ചേഞ്ചസിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. നമുക്ക് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളൊരു മെത്തേഡാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ എന്നാലും നമ്മളുടെ ഒരു ഇന്റലിജൻസും നമ്മളുടെ ഒരു അനാലിസിസും നമ്മളുടെ ഒരു മോണിറ്ററിങ്ങും അവിടെ വേണം എന്നുള്ളതാണ്. ഷിബ്ലി ബ്രോ ഇപ്പം 12+ വേർട്ടിക്കൽസിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. Yes. ഇപ്പം മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എന്തായാലും നിങ്ങളുടെ പെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ബിസിനസ് ആയിരിക്കുമല്ലോ അധികം. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഈ 12+ വേർട്ടിക്കൽസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലതിന് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടി വരും, ചിലത് നമ്മളില്ലെങ്കിലും നടന്നു പോകുന്ന സാധനങ്ങളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയുള്ള ബിസിനസ് നടത്തുന്ന ആളുകൾ വരുത്തി വെക്കുന്ന ഒരുപാട് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാലത്ത് ഇത്രയും ബിസിനസ് നടത്തിയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെയാണ് ആ ഒരു മിസ്റ്റേക്സ്? ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിസ്റ്റം ഡ്രൈവൺ ആയിട്ട് തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും നമ്മുടെ ഫേസ് വെച്ച് ബിസിനസ് കൊണ്ടുവരുമ്പോഴാണെങ്കിലും നമ്മളുടെ റിക്വയർമെന്റ് അവിടെ മസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും വരേണ്ട സൈഡുകൾ ഉണ്ടാവും. എന്നാൽ അത് കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്, കാരണം ഇതിൽ നിന്ന് നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തണം, പക്ഷെ എല്ലായിടത്തും നമ്മൾ എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. ആ രീതിയിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ടീമിന് അതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, നമ്മളെ അതില്ലെങ്കിൽ അത് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ മെന്റർ ചെയ്യേണ്ടടുത്ത് നമ്മൾ മെന്റർ ചെയ്യേണ്ടി വരും, നമ്മളുടെ ക്ലാസ് കൊടുക്കേണ്ടത് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടി വരും, നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിലും അതിലൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ക്ലൈന്റ് മാനേജ്മെന്റിലാണെങ്കിലും ക്ലൈന്റിന്റെ മീറ്റിംഗ്സിലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ ബിസിനസ്സിലും അതിന്റേതായ രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. ചില ബിസിനസ്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എഫേർട്ട് ഇടേണ്ടി വരില്ല, കാരണം നമ്മൾ ടീമായിരിക്കും അതിനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഹൗസിൽ നമുക്ക് മാർക്കറ്റിംഗും ഡെവലപ്പിംഗും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ആളുകളെ വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ പുതിയ ഒരു ബിസിനസ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക, ആ ബിസിനസ്സിനെ ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന കേസസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളുടെ ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടായിരിക്കും നമ്മൾ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ ചില ബിസിനസ്സുകളിൽ ക്ലൈന്റ് മാനേജ്മെന്റിലും ക്ലൈന്റിനെ ക്രോസ് ചെയ്യുന്നതിൽ വരെ നമ്മൾ ചിലപ്പോൾ എത്തേണ്ടതായിട്ട് വരും. അതിന്റെ ക്ലൈന്റിന്റെ സ്ട്രാറ്റജി ഡെവലപ്മെന്റിൽ വരെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ നീഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മിസ്റ്റേക്സ് ഓഫ് കോഴ്സ് വരും, പക്ഷെ അത് നമ്മുടെ ഒരു ലെസൺസ് ആക്കി എടുക്കുക, അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, പിന്നീട് ആവർത്തിക്കാതിരിക്കുക, അത് നന്നായിട്ട് ചെയ്യാൻ എന്താണ് ചെയ്യാൻ നോക്കുക, അതിന്റെ ലേണിംഗ് പ്രോസസ്സിലൂടെ അത് കാണാം, ഒരു ലേണിംഗ് ആയിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം. അങ്ങനെ ഫേസ് ചെയ്തൊരു ഫെയിലിയറിന് പഠിച്ച ലെസൺ എന്തായിരിക്കും? ബേസിക്കലി പറഞ്ഞ പോലെ നമ്മള് ടീം മാനേജ്മെന്റിന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ നമുക്കറിയുന്ന ആളുകളെ നമ്മളുടെ ക്ലോസ് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ഹയർ ചെയ്യുന്നു, അവരിത് ചെയ്തോളും എന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഏർലി സ്റ്റേജിൽ എനിക്കത് ഭയങ്കര ചലഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ചിലപ്പം ആ ഒരു വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കില്ല, പക്ഷെ അതേ ആളെ നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാൾ സ്കിൽഡ് ആയിരിക്കും, അവിടെ അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി ചിലപ്പോൾ അയാൾക്ക് കേപ്പബിൾ ആയിരിക്കില്ല. അപ്പൊ അയാൾക്ക് ചിലപ്പം അയാൾ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു പ്രോബ്ലംസ് വരാം. അപ്പൊ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യാതെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ മാനേജ് ചെയ്തത് ഈ രീതിയിലാണ്. നമ്മൾ ആ ഒരു സ്കില്ല് ആദ്യം ഐഡന്റിഫൈ ചെയ്തു, എന്ത് സ്കില്ലാണ് നമുക്കിവിടെ വേണ്ടത്. നമ്മളെ ബിസിനസ്സിൽ ഒരു ഹയറിംഗിലോട്ട് പോണ പ്രോസസ്സിൽ നമ്മളവിടെ ഇന്ന സ്കില്ലാണ് അവിടെ വേണ്ടത്, ഒരു കീ റോൾ അവിടെ റെപ്രസെന്റ് ചെയ്ത്, അപ്പൊ ആ ഒരു കീ റോൾ റെപ്രസെന്റ് ചെയ്യാൻ ഇന്ന സ്കില്ലാണ് ആ ഒരു ആൾക്ക് വേണ്ടത്. ആ സ്കില്ലുള്ള ഒരാളെ നമ്മൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് ആ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ സ്കില്ലിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ടീമിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം. നേരെ വർഷം നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ സ്കിൽ അയാൾ പഠിച്ചോളൂ, അയാൾ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഓക്കെ, ബട്ട് ആ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, എന്നാൽ പോലും നമ്മളതിനെ വാശി പിടിക്കരുത്. വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു സൈഡിൽ എന്ത് ചെയ്യും, അത് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മളെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന
സംഭവത്തിൽ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ എപ്പോഴും നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ടീമിന് ഓരോ കാര്യങ്ങൾ നമുക്ക് ആ ടീമിന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ടീമായിട്ട് നമ്മളെ കമ്പനിക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും ആ ഒരു ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡെലിവറബിൾസ് ആണെന്നുണ്ടെങ്കിലും ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവർക്ക് നമ്മളിൽ ഒരിക്കലും രാവിലെ നമ്മുടെ ഒരു ഫേമിൽ ഒരാൾ വർക്ക് ചെയ്യാൻ രാവിലെ ഇന്ന് പണിക്ക് പോകണല്ലോ എന്ന് ചിന്തിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അവർ നേരത്തെ പറഞ്ഞ ആ എക്സൈറ്റ്മെന്റും എനർജിയൊക്കെ അവർക്കും വേണം. നമുക്കുള്ള അതേ എനർജിയും എക്സൈറ്റ്മെന്റും അവർക്കും അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ എന്നാലാണ് നമുക്ക് ആ ഒരു സ്കെയിലബിൾ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ അതിലോട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതും നമുക്കൊരു ചലഞ്ചാണ്. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആയിട്ടും ഒരു ഇവന്റ്സ് ആയിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ടീമിലുള്ള ഒരു മെമ്പറുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ടീമിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മൾ ടീമായിട്ടുള്ള ഒരു ഔട്ടിങ്, നമ്മളെ ഫേംസിൽ ഒരു സ്ട്രാറ്റജി ചെയ്യുന്ന ഒരു മന്തിൽ മസ്റ്റ് ആയിട്ട് ഒരു ദിവസം ടീം എല്ലാവരും കൂടി ഒരു ടീം ഡിന്നർ ഉണ്ടായിരിക്കണം. ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 2 day ട്രിപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്ന. അതിന് കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ചെലവാക്കും. അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റാ. നമ്മൾ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ടീമിന്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാനും അവരുടെ ഒരു ബോണ്ട് കൂട്ടാനും ഒക്കെ അവരുടെ ഡെയിലിയുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യാനും ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഞാനൊരു എംപ്ലോയി ആയി, ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ട്, ഒരു ബിസിനസ് ഓണർ ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻക്യുബേഷൻ ഇൻവെസ്റ്റർ ലെവലിലോട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുന്ന ഈ സ്റ്റേജസിലൂടെ വന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്തതിന്റെ കാര്യങ്ങളും ഇത് കിട്ടുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്റെ ഓരോ ടീം മെമ്പറിനും ഈ പറഞ്ഞ സംഭവങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനെങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അതാണ് നമ്മളതിൽ എടുക്കുന്ന കുറച്ച് നമ്മളുടെ ഒരു ടിപ്സ്, ചെറിയ രീതിയിലുള്ള പൊടിക്കൈകൾ എന്ന് പറയുന്നത്. അതെ, ശരിക്കും നമുക്ക് ബാക്ക് ടു എംപവറിംഗ് നെക്സ്റ്റ് ജനറേഷൻ. എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകും. എനിക്ക് അതിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. സോ ഷിബ്ലി റഹ്മാൻ ആസ് ആൻ ഇൻവെസ്റ്റർ, എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്? ഞാൻ എന്തൊക്കെ ക്രൈറ്റീരിയ പാലിക്കണം? ഒരു സ്റ്റാർട്ടപ്പ് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഏഞ്ചൽ ഇൻവെസ്റ്റ്? യെസ് എക്സാക്ട്ലി. നമ്മളിപ്പോ നമ്മുടെ ഒരു സിസ്റ്റം പറയാം. ഫ്യൂച്ചർ പ്രൊജക്ട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഒരു 3 ബിസിനസ് വെഞ്ചേഴ്സ്, അത് 3 രീതിയിൽ വരും. ഒന്ന് നമ്മളുടെ തന്നെ ഐഡിയാസ് ഉണ്ടാവും. നമ്മളുടെ തന്നെ ഐഡിയാസ് നമ്മൾ പാരന്റ് കമ്പനി ആയിട്ട് നിന്നിട്ട് നമ്മളൊരു ചൈൽഡ് കമ്പനി നമ്മൾ തന്നെ നമ്മുടെ ടീമിനെ വെച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ ഹയറിംഗ് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുന്ന ബിസിനസ്. പിന്നെ ഒന്ന് നമ്മൾ ഏർലി സ്റ്റേജസിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്സിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിട്ട്, ഷെയർ ഹോൾഡിംഗ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഒന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അവരായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ മാർക്കറ്റിംഗും അവരുടെ ഡെവലപ്പിംഗും അവരുടെ സെയിൽസ് സൈഡും അവരുടെ പെർഫോമൻസ് സൈഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് ഡെവലപ്മെന്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് ഒരു കൺസൾട്ടിംഗ് സ്വഭാവമല്ല, നമ്മൾ അതിൽ റൈറ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടാവും, ഓണർഷിപ്പ് ഉണ്ടാവും, പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടാവും. ആ രീതിയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ ഈ 12 ബിസിനസ് വെഞ്ചേഴ്സും ഓരോ ടൈപ്പ് ഓഫ് വെഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇതിലൊരു പാർട്ടാണ് നേരത്തെ ചോദിച്ച ഈ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ക്വാർട്ടറിൽ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു സ്റ്റാർട്ടപ്പിൽ മിനിമം ഒരു ക്വാർട്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് ഒരു അപ്രോച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി നോക്കുന്ന കാര്യം, നമ്മൾ വലിയൊരു ക്രൈറ്റീരിയയോ കാര്യങ്ങളൊന്നും നമ്മൾ അതിൽ വെച്ചിട്ടില്ല. ഞാൻ ആ ഫൗണ്ടറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കും. ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഫൗണ്ടറിന് അതിന് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടപ്പിനോട് അവർക്ക് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്, ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ കീ സെല്ലിംഗ് പോയിന്റ് എന്താണ്, അവരുടെ മെയിൻ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം. പ്രൊഡക്റ്റിനാണ് ഇപ്പൊ ചോദിച്ചത്. ആ പ്രൊഡക്റ്റിനുള്ള കസ്റ്റമർ എവിടെയാണുള്ളത്, അത് മനസ്സിലാക്കിയിട്ടാണോ ആ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പല ആളുകളുടെയും മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വരികയായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലുള്ള പ്രശ്നം എന്താണെന്നറിയാം, ഇവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഐഡിയ വെച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പ്രൊഡക്റ്റ് ഇവർ പ്ലാൻ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ഞാൻ ആർക്കാ വിൽക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആദ്യം കസ്റ്റമറിനെ മനസ്സിലാക്കണം, കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം ഇതാർക്കാ വിൽക്കാനുള്ളത്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം എന്താ, ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ പോകേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ D2C പോകേണ്ടത്, B2B പോകേണ്ടത്, അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പൊ ഏത് കാറ്റഗറിയിലോട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പ്ലാനിങ് ചെയ്യുന്നത്. അതിന്റെ ഏർലി സ്റ്റേജസ് മുതൽ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. കാരണം പക്ഷേ പ്രൊഡക്റ്റിന്റെ പൂർണ്ണ സ്വഭാവത്തിൽ നമ്മൾ എത്തിച്ച ശേഷം ഇനി ഇത് ആർക്കാ ഞാൻ വിൽക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണോ ഇത്, ആൻഡ് ആ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുമല്ലോ.
ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും ഒരുപാട് സർവീസുകളും നമ്മളെങ്ങനെ യൂണിക് സിമിലർ ആയിട്ടുണ്ടാവും. അവിടെ എന്താണ് യൂണീക്ക് ആയിട്ടുള്ളത്? അപ്പൊ ഞാൻ ഒരു കസ്റ്റമർ ആയിട്ട് നിൽക്കും. ജസ്റ്റ് അവരുടെ അടുത്ത് ചോദിക്കും, ഇപ്പൊ ഞാനൊരു കസ്റ്റമർ ആണ്, ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് എടുക്കണം? അപ്പൊ അവനക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. നേരത്തെ പറഞ്ഞ ഫോണ്ടർ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പിന്റെയും പ്രോഡക്റ്റിന്റെയും സർവീസിനെയും കുറിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് അവനക്ക് ഉണ്ടാവും. അതിനുള്ള നോളജ് അവൻ അക്യൂർ ചെയ്തിട്ടുണ്ടോ, അവൻ അതിൽ വിജയിക്കും. ഒരു പരിധി വരെ അതിൽ വിജയിക്കും. ബാക്കി നമ്മുടെ സൈഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കമ്മിറ്റ്മെന്റും ആ ഒരു എഫേർട്ടും ഇടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ക്രൈറ്റീരിയസ് പറയുമ്പോൾ ഇപ്പോൾ ഫൈനാൻസിങ് സൈഡിലാണെന്നുണ്ടെങ്കിലും അതിന്റെ പ്ലാനിങ് സൈഡിലാണെന്നുണ്ടെങ്കിലും അവരൊരു പ്ലാനിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറയും. അതിന് നമ്മൾ സ്ട്രക്ചർ കൊടുക്കും. നമ്മളൊരു സ്ട്രക്ചർ നമ്മൾ അവർക്ക് കൊടുക്കും. ആ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ കസ്റ്റമർ ടാർഗറ്റ് ഓഡിയൻസിനെ ലിസ്റ്റ് ചെയ്യുക, എന്താണ് കറക്റ്റ് പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും ഡെഫിനേഷൻ കാര്യങ്ങൾ. ഫൈനാൻസിങ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എത്ര വേണ്ടി വരും, വർക്കിംഗ് കോസ്റ്റ് എത്ര വേണ്ടി വരും, അതിന് അസസ് ചെയ്യാൻ പറയും. ഒരു അടുത്ത 6 മന്ത് നമ്മൾ ഇത് തുടങ്ങി 6 മന്ത് ഓടിക്കാനുള്ള വർക്കിംഗ് കോസ്റ്റ് എത്ര വരും എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരോട് കൊണ്ടുവരാൻ പറയും. ഒരു പിച്ച് പോലെ നമ്മളോട് പ്രസന്റ് ചെയ്യാൻ പറയും. അവരത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യും. കാരണം നമുക്ക് അതിൽ നമ്മളെ സജഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം അതിലോട്ട് എത്തുമ്പോൾ തന്നെ ആ ഒരാൾക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് വിജയിക്കോ അല്ലെങ്കിൽ സർവീസ് വിജയിക്കും. കാരണം എന്താ, അതിൽ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി, ആ ടാർഗറ്റ് ഓഡിയൻസിൽ എത്ര പേര് നമ്മൾ കസ്റ്റമേഴ്സ് ആക്കാന്നുള്ളത് കണ്ടെത്തുന്നുണ്ട്, ആ കസ്റ്റമേഴ്സിലോട്ട് എങ്ങനെ ഇത് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാന്നുള്ളത് കണ്ടെത്തുന്നുണ്ട്. ആ ഒരു മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും സെയിൽസ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് സെല് ചെയ്യാന്നുള്ളതും അവരെങ്ങനെ റിട്ടൻഷൻ കീപ്പ് ചെയ്യാന്നുള്ളതും, ഇതിനെങ്ങനെ നമ്മൾ ഇതിന്റെ ലോജിസ്റ്റിക് സൈഡ് ആണെങ്കിലും ഇതിന്റെ സ്കെയിലബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ മോണിറ്റർ ആൻഡ് അഡാപ്റ്റിംഗ് സൈഡിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ്. ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫൗണ്ടർക്ക് മനസ്സിലാവും എന്റെ ബിസിനസ് സക്സസ് ആവൂല എന്നുള്ളത്. അതായത് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആ പിക്ചറുമായിട്ട് നമ്മളായിട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള സജഷൻസും കാര്യങ്ങളും നമ്മുടെ സൈഡിൽ നല്ലൊരു ഇവാലുവേഷനും കാര്യങ്ങളും ചെയ്യാനും പറ്റും. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമറിനോടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കീ സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവും. ഇനി പുതിയൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലോ, എക്സിസ്റ്റിംഗ് ആയിട്ട് മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അതിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊണ്ട് വിൽക്കുമ്പോൾ അയാൾക്ക് അത് മേടിക്കാൻ തോന്നണമല്ലോ. അപ്പൊ അതിന് നമുക്ക് അവയർനെസ്സും കാര്യങ്ങളും കൊടുത്ത് ആ കസ്റ്റമറിന് അങ്ങനെ ഒരു നീഡ് ഉണ്ട്, ബട്ട് അങ്ങനെ ഒരു നീഡ് ഉണ്ടെന്നുള്ള കസ്റ്റമറിന് അറിയില്ല. അതിന് ആവശ്യമുണ്ടോ, എനിക്ക് ഓക്കെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ കാര്യം ചെയ്യാം, ഈ കാര്യം ചെയ്യണം, എനിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിപ്പോ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ആ നീഡിന് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിന് പറ്റിയൊരു ഓപ്ഷൻ അവിടെ ഉണ്ടോ, അതിനുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമുക്ക് ഉണ്ടോ, അതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ ഏത് രീതിയിലായിരിക്കും, അപ്പൊ തന്നെ ആ ഒരു പിക്ചർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഓൾ ഓവർ ഒരു ഐഡിയ കിട്ടും. ഇതിനെ നമ്മൾ ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഇത് ആരിലോട്ടാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ടാർഗറ്റ് ഓഡിയൻസും കസ്റ്റമർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഇതിന് ഇന്ന രീതിയിലാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ബിൽഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ പ്രീമിയം ആയിരിക്കും, അത് ആ രീതിയിൽ ബിൽഡ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അതൊരു നോർമൽ ബ്രാൻഡ് ആണെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ഏർലി സ്റ്റേജ് മുതൽ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത് തന്നെ അറ്റ് ദ എൻഡ് എത്തുമ്പോൾ ആ ബിസിനസ് എന്താണ്, ഫുൾ സ്ട്രക്ചർഡായി. അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ അത് ഈസിലി സക്സസ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈവൻ ടൈം എടുത്താലും നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ബട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസിനുള്ള പ്രോപ്പർ ആൻസർ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരതിൽ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലോ സർവീസിലോ ഒരു വാലിഡ് പോയിന്റ് എവിടെ ഒരു മിസ്സിംഗ് ഔട്ട് ഉണ്ട്, അതിന് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കും അതിലൊരു ഐഡിയ കിട്ടും. കാരണം നമുക്കുള്ളൊരു ലേണിംഗ് കൂടിയാണത്. ആ ഒരു ബിസിനസ്സിൽ എത്രത്തോളം സക്സസ് റേഷ്യോ ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ബിസിനസിന്റെ പാസ്റ്റും പ്രസന്റും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ആസ് എൻ ഇൻഫ്ലുവൻസർ, പിന്നെ അസറ്റ് മാനേജ്മെന്റ്, പിന്നെ ടെക് റിലേറ്റഡ് ബിസിനസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു 5 ഇയേഴ്സിന്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്താ ശിബിലി കാണുന്നത്? ഞാൻ ആക്ച്വലി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഗർ, ഒരു പ്ലാനോ അങ്ങനത്തെ ഒരു പ്ലാനിങ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ മൈൽ സ്റ്റോൺസ് ഞാൻ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പറഞ്ഞ പോലെ കുറെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിലോട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. എപ്പോഴും ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ടുള്ളൊരു ഇംപ്ലിമെന്റേഷൻ ഞാൻ ഇയർലി തന്നെ കൊണ്ടുവന്നു. ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും എടുത്തെടുത്ത് പോകുന്ന രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത്. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്വാർട്ടറിൽ നമ്മൾ ഏകദേശം 3 കമ്പനികൾ വരെ നമ്മൾ ഒരു റോയൽ അസറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അണ്ടറിൽ, പിന്നെ ഈ അടുത്ത ജനുവരി ആകുമ്പോഴേക്കും ഈ 12 എന്നുള്ളത് നമ്മൾ 15 ആക്കും. പിന്നെ അത് അടുത്ത ഒരു ക്വാർട്ടറിൽ ഒരു 18 ആവും. ആ രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുപോവാണ്. അതാണ് നമ്മുടെ ഒരു ചിലപ്പം ചില ക്വാർട്ടറിൽ ചിലപ്പോൾ നമുക്ക് 2 കമ്പനി പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബിസിനസ്സസ് ബിൽഡ് ചെയ്യണം, മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ കൊണ്ടുവരണം. അതേ പാരലായിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മിഷൻ ഉണ്ട്, നമ്മുടെ വിഷൻ ഉണ്ട്, അതിലോട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ബ്രോ, ഇത്രയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ എമർജിങ് ആവാൻ പോകുന്ന ഒരു ബിസിനസ് ഐഡിയ
ഒരു 3 ഏതൊക്കെയാന്നുള്ളത്? എനിക്ക് അങ്ങനെ ഞാനൊരു സെക്ടറിനെ വെച്ച് പറയുന്നില്ല. പക്ഷെ ബേസിക്കലി ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നിലവിൽ കൊമേഴ്സിൽ കുറച്ച് ആക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ലേണിംഗ് കർവിലാണുള്ളത്. കൊമേഴ്സിൽ അത്യാവശ്യം ആക്റ്റീവ്ലി ഞാനിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. 1-2 പ്രൊഡക്ട്സും കാര്യങ്ങളും ഐഡിയാസ് ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം, ഒരു ടെസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൊമേഴ്സിൽ തന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് പല സെക്ടറിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എയുടെ കേസിലാണെന്നുണ്ടെങ്കിലും എയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് പ്രൊഡക്ട് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. ആ സൈഡിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് കുറെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്വഭാവം ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഏത് സർവീസിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെങ്കിലും അത് അവർക്ക് വേണ്ട രീതിയിൽ കിട്ടണം. വെഡ്ഡിംഗ് സ്റ്റേജിലല്ല ആക്ച്വലി മൊത്തത്തിൽ നമ്മൾ നോക്കാം. അതെ, അത് അവർക്ക് വേണ്ട രീതിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു HNI ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർക്ക് പല സർവീസുകളും പല പ്രൊഡക്റ്റുകളും അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് അക്സസിബിൾ ആയ രീതിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അതിന് അവരുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം അവരുടെ ടൈം ആണെങ്കിലും അവർക്ക് അതിനുവേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്ന സമയമാണെങ്കിലും അതിനോടുള്ള അക്സസിബിലിറ്റി ആണെങ്കിലും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതിപ്പോ കുറെ ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ കുറെയൊക്കെ വന്നു തുടങ്ങി. അതിലിപ്പോ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്തായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം. കാരണം ഞാനത് പറയാൻ കാരണം ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഡേയിൽ ഇപ്പൊ ഒരു ആക്സിഡന്റിൽ കഴിച്ചിലായി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതും കൂടിയാണ് ഞാൻ പറയാൻ കാരണം. കാരണം ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഴ്ചയിൽ 2 വർഷം 3 പ്രാവശ്യമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, കാരണം നമുക്ക് ടൈം കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അടുത്തേണ്ടതുണ്ടാവും. അപ്പോ ഒരു ഡ്രൈവർ ഹയർ ചെയ്യുന്ന സിറ്റുവേഷൻ ഇപ്പൊ ഒരുപാട് ഫേംസ് വന്നു തുടങ്ങി, ഇപ്പൊ ഒരുപാട് സ്റ്റാർട്ടപ്സ് വന്നു തുടങ്ങി. അപ്പൊ അത്തരം പ്രോബ്ലംസുകളെ അത്തരം കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ കാറ് വാഷ് ചെയ്യുന്ന കേസസിൽ നമുക്കിപ്പോ എന്നെ സംബന്ധിച്ചത് എന്റെ കാറ് വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫീസിൽ പോകേണ്ട മീറ്റിംഗിന് സമയം 3 മണിക്കൂർ 4 മണിക്കൂർ ചിലപ്പോൾ കാറോട് വെറുതെ കിടക്കായിരിക്കും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് പോയിട്ട് ഇത് കൊണ്ടുപോയി വാഷിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ഓഫീസിലോട്ട് വരേണ്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, തിരിച്ച് പിന്നെ എടുക്കാൻ അത് അങ്ങോട്ട് പോകണം. അപ്പൊ അങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ അത് പിക്കപ്പ് ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സർവീസ് അപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറെയൊക്കെ ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു പുള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് ഒരു സംഭവം പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഗ്രൂമിങ്ങിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്ത് നമ്മുടെ സ്ലോട്ട് ബുക്ക് നമ്മൾ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമുക്ക് ആക്സസിബിൾ ആക്കിയ രീതിയിൽ ആ രീതിയിൽ കുറെ ഫേംസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കസ്റ്റമൈസ്ഡ് സ്വഭാവമുള്ള ബിസിനസ്സുകൾക്ക് നല്ല സാധ്യത ഇനി കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ഈ 3-4 ഞാനിപ്പോ ഈ കേസ് സ്റ്റഡീസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ എന്ത് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും, അതിൽ എന്തെങ്കിലും നീഡുകൾ ഉണ്ടോ, അപ്പൊ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐഡിയാസും കൂടി നല്ല വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെഡിങ് ഓൺടർപ്രണേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയാസ് നല്ല, അതായത് അതിനുള്ള ഓഡിയൻസ് കുറവായിരിക്കും, പക്ഷെ ആ ഓഡിയൻസ് നല്ല ക്രീം ഓഡിയൻസ് ആയിരിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഒരുപാട് പേരിലോട്ട് ഇത് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കുറച്ച് പേരെ സെല് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ കുറച്ച് ആളുകളിലോട്ടാണെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നല്ല ഐഡിയ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പം ഷിബിലി ബ്രോന്റെ പുതിയൊരു ബുക്ക് വരാണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ. ആക്ച്വലി ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ നമ്മളിതിൽ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് ശരിക്കും എങ്ങനെ അതിന്റെ ഒരു ആ ബുക്കിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, എന്താണ് അതിൽ? ഞാൻ അതിലോട്ട് വന്നതിന്റെ ഒരു റീസൺ, ഇപ്പൊ ബുക്ക് എന്നുള്ള സംഭവം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ എഴുത്തും പരിപാടി ഒന്നും വലിയ ശീലമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എന്നാലും ഈ പറഞ്ഞ പോലെ എന്റെ ജേണിയിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇടക്കിടക്ക് നോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ടാബ് യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടാബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതും. കൂടുതലും ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ്സിലാണ്, ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുക ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലും അതുപോലെ ഇനിയുള്ള വരാൻ പോകുന്ന സ്റ്റാർട്ടപ്സിലാണെങ്കിലും ഇതിലോട്ടൊക്കെ നമുക്ക് എന്തൊക്കെ പുതിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് റീസൺ ഉണ്ട്. കാരണം എന്താ, നമുക്ക് ഇന്റർനെറ്റ് ഇല്ല, ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, ആ സമയത്ത് നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്യും. കാരണം ഞാനിപ്പോ ഇതിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ തന്നെ ഇതിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ ട്രാവലിംഗിന്റെ സമയത്ത് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതിപ്പോ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇരുന്നിട്ട് കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. നമ്മളിവിടെ ഇന്ന് കാഷ്വലി സംസാരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് സംസാരിച്ചു, നമ്മൾ പേഴ്സണലി ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇതിന്റെ ഒന്നും ഒരു നോട്ടഡ് സ്വഭാവം എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. നമ്മൾക്ക് തന്നെ ഓരോ പോയിന്റിൽ ഓരോ പ്രോബ്ലം നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിനങ്ങോട്ട് സോൾവ് ചെയ്യാണ്. അതിന് സോൾവ് ചെയ്യാൻ നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ പിന്നീട് റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു സിസ്റ്റം ആക്കി നമ്മൾ എഴുതി വെച്ച്
അതിനങ്ങനെ ഒരു സിസ്റ്റം ആക്കി പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ പ്രോബ്ലം സോൾവിങ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും അത് പലർക്കും ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മളെ ഒരു ജേണിയിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരുപാട് സർവൈവൽ സ്റ്റേജസും കാര്യങ്ങളും അതിൽ നമ്മൾ എങ്ങനെ റീകോപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതെ, കാരണം എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് ബിസിനസ്സിലോട്ട് വരാണ്. ഇപ്പൊ ഞാൻ ഇ കൊമേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ദുബായിൽ പോയ സമയത്ത് ദുബായിൽ ഇ കൊമേഴ്സിന്റെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട്. അത് ഇ കൊമേഴ്സിന്റെ ഫൗണ്ടേഴ്സിനും ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്സ് റൺ ചെയ്യുന്ന ആളുകളും അതിന്റെ മാർക്കറ്റിംഗ് ഏജൻസീസിനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇവന്റ് ആയിരുന്നു. അപ്പൊ ആ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇവന്റിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കി. കാരണം എനിക്ക് ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് നിലവിൽ റണ്ണിംഗ് ഇല്ല, ഞാൻ അതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു പ്രൊഫൈൽ കണ്ടിട്ടാണ് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്ത്. ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനതിൽ പോയി. ഞാനൊരു ഡെലിഗേറ്റ് ആയിട്ട്, ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ പോയത്. പോയ സമയത്ത് നമുക്ക് അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ മാക്സിമം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഒരാളും കൂടിയാണ്. ഇവന്റ്സിനാണെങ്കിലും ഇപ്പം ബിസിനസ് ഇവന്റ്സിനാണെന്നുണ്ടെങ്കിലൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇൻസൈറ്റ്സുകളും കാര്യങ്ങളും കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ കയറാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇത്തരം ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, കണക്ഷൻസും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ നമ്മളെക്കാൾ മുന്നേ 4 വർഷം 5 വർഷം എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ അടുത്ത വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കുറെ സർവൈവൽ സ്റ്റേജ്, കുറെ ചാലഞ്ചസ് അത് ഓൾറെഡി അവർ റീകോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഓൾറെഡി അവരുടെ കയ്യിൽ നമുക്ക് ഇൻസൈറ്റ്സ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോ നമുക്ക് ആ ചലഞ്ച് വരുന്ന സമയത്ത് നമുക്ക് അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ അത് എനിക്ക് തിരിച്ചും കൊടുക്കാൻ പറ്റണം. ഒരു യങ് ഓൺടർപ്രണർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്റ്റാർട്ടപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലോട്ട് വരാൻ മോട്ടിവേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ബിസിനസ്സിന് അത് സക്സസ് ആവൂ ഇല്ലേ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിന്റെ മെത്തേഡ്സ് ആണെങ്കിലും അതിലെ കേസ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്ത്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു 4-5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. വലിയൊരു ബുക്ക് എഴുതാനുള്ള ഒരു കാപ്പബിലിറ്റി ഒന്നും ആയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിൽ കൂടുതലും ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യും. പ്ലസ് ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ടാവും. എനിക്ക് ചിലപ്പോൾ 40-50 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ 20-30 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇത് കിട്ടുന്ന ആളുകൾക്ക് അതിന് പറ്റിക്കോളുന്നില്ല, അതിനുള്ള ഒരു ആക്സസിബിലിറ്റി കിട്ടിക്കോളുന്നില്ല. പക്ഷെ അവരിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ് നമുക്ക് ഇവരിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് അതിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ഇതുപോലെ എന്താ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത ബുക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 2-3 ബുക്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ പവർ എന്ന് പറയുന്ന ബുക്ക്. നമ്മള് ആക്ച്വലി നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ നമ്മളുടെ വേ ഓഫ് അപ്രോച്ചിലും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ബുക്കുകളുണ്ട്. അങ്ങനെ കുറെ ബുക്കുകൾ വായിക്കുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ ഈ പറഞ്ഞ പോലെ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെയാണ്. ബുക്ക് വായിക്കാനായിട്ടൊരു സമയമൊന്നുമില്ല. പക്ഷെ പരമാവധി ഈ പറഞ്ഞ പോലെ കിട്ടുന്ന സമയത്തൊക്കെ പല ആളുകളും സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പല ബുക്കുകളും വായിക്കാറുണ്ട്. അങ്ങനെ രീതിയിൽ ഈ ബുക്കിന്റെ കേസ് ആണെങ്കിലും ഫിലിമൊക്കെ ആണെങ്കിൽ അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ നെറ്റ്വർക്ക്, ഒരു യങ് ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീരീസിൽ പറഞ്ഞ പോലെ ഈ അടുത്ത് ഞാനൊരു സീരീസ് ഇങ്ങനെ ആക്ച്വലി ഞാനത് ഭയങ്കര കോൺഫിഡൻഷ്യലി കണ്ടൊരു സംഭവമായിരുന്നു. പേര് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. ഒരു ബില്യണേഴ്സ് അങ്ങനത്തെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. ഒരു ബാങ്കിങ് അസറ്റ് മാനേജ്മെന്റ് ഫേമിന്റെ ഒരു സംഭവവും കാര്യങ്ങളും, ഒരു സ്കാമും അതിൽ നിന്ന് റീകോപ്പ് ചെയ്യുന്നതും സർവൈവലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സീരീസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പറയാൻ പറ്റുന്നില്ല ഒരു അവസരത്തിൽ. ഒരുപാടുണ്ടാവും, നമുക്കിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാടുണ്ടാവും. ആ രീതിയിലാണ്. ഈ ബുക്കിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സീരീസ് കാണുമ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോഴും അതല്ലെങ്കിൽ ഒരു ഷോർട്ട് കണ്ടന്റ് ആണെങ്കിൽ പോലും നമുക്കത് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ആ മോട്ടിവേഷൻ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഒരു BBA കഴിഞ്ഞ് MBA പഠിച്ച് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്, നമ്മളെ നിലവിലുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ BBA MBA പഠിച്ചിട്ട് ഒരാൾക്കും ഒരു എന്താ പറയാ പറ്റില്ല എന്നല്ല, പക്ഷെ അതിന്റെ ഒരു പ്രോപ്പർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് അത്രയും ഹൈ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് അവിടുത്തെ സിലബസ് അല്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ നെറ്റ്വർക്കിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നവരാണ്. അതിലോട്ടുള്ള ആക്സസിബിലിറ്റി വളരെ കുറവാണ്. അത് വളരെ കുറഞ്ഞ നമ്പേഴ്സ് ആളുകൾക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അതിലോട്ടൊക്കെ ആ ഒരു രീതിയിൽ ഇവർക്ക് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള അവർക്കുള്ള ഒരു എന്താ പറയാ ബുക്കായിട്ട്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ടിപ്പായിട്ടും അവർക്കുള്ളൊരു ഡിഗ്രി ആയിട്ടും അല്ലെങ്കിൽ MBA ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് ആ ഒരു പൂർണ്ണ സ്വഭാവത്തിൽ എത്തിയിട്ട് ഞാൻ അത് ഔട്ട് ചെയ്യുകയുള്ളൂ. അതാണ് ഇതിനെക്കുറിച്ച് വല്ലാതെ ഞാൻ എവിടെയും സംസാരിക്കാത്തത്. കാരണം എനിക്കത്
വായിച്ച് അതിൽ ടൈം സ്പെൻഡ് ചെയ്ത ആളുകൾക്ക് അത് വാല്യുബിൾ ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഈ കോണ്ടന്റ്, നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അത് അവർക്ക് വാല്യുബിൾ ആയിരിക്കണം എന്ന് നമ്മൾ തീർച്ചയായും ഉറപ്പ് വരുത്തിയിട്ട് നമ്മളത് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെറിയൊരു ഗെയിം ആക്കിയാലോ? നമുക്ക് ആ ഗെയിമോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ഇത് ശരിക്കും ഷിബിലിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരാളാരാന്നുള്ള കണ്ടെത്താനുള്ള ഒരു ചെറിയ ഗെയിമാണ്. ഓക്കെ ഓക്കെ നമ്മള് 2-3 പേഴ്സണാലിറ്റീസിന്റെ പേര് പറയും. അതിൽ നിന്ന് ഓക്കെ അത് ആരെയാണ് ചൂസ് ചെയ്യാം. ഓക്കെ, യൂസഫ് അലി ഓർ രവി പിള്ള? യൂസഫ് അലി സാർ. രവി പിള്ള ഓർ അംബാനി? അംബാനി. യൂസഫ് അലി ഓർ അംബാനി? ആക്ച്വലി യൂസഫ് അലി. യൂസഫ് അലി ഓർ അദാനി? യൂസഫ് അലി. യൂസഫ് അലി ഓർ രത്തൻ ടാറ്റ? രത്തൻ ടാറ്റ. രത്തൻ ടാറ്റ ഓർ എലോൺ മസ്ക്? എലോൺ മസ്ക്. എലോൺ മസ്ക് ഓർ സക്കർബർഗ്? എലോൺ മസ്ക്. എലോൺ മസ്ക് ആണ് എലോൺ ഏറ്റവും മസ്ക് കൂടുതൽ ഓക്കെ, ഇതിൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു ആഡ് ഓൺ പറയാം. ഓവർ. ഞാൻ നേരത്തെ റോൾ മോഡലിന്റെ കേസ് പറഞ്ഞപ്പോൾ ആ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. ഈ പറഞ്ഞ ആളുകളിലൊക്കെ പോസിറ്റീവ് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ ഐഡിയോളജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ എനിക്ക് റോൾ മോഡലായിട്ട് വന്നിട്ടുണ്ട്. പല ആളുകളുടെയും ബിസിനസ് ജേണിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അവരെടുത്ത ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന മെത്തേഡ്സ് ആണെങ്കിലും, അദാനിയുടെ കേസ് ആണെങ്കിലും അംബാനിയുടെ കേസ് ആണെങ്കിലും വാട്ടവർ രവിയുടെ കേസ് ആണെങ്കിലും ഓരോരുത്തരും ഞാൻ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ആളുകളാണ്. അപ്പൊ ഇതിൽ ഒന്ന് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് വന്നുകൊണ്ടാണ് നമുക്ക് ആ ആൻസറിൽ എത്താൻ പറ്റും. പക്ഷെ ഇതിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എന്റെ ജേണിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഓരോരുത്തരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഓരോരോ പെർട്ടിക്കുലർ കാര്യങ്ങളാണ്. അതിനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നത്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന യങ് എന്റർപ്രണേഴ്സിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത്? അത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് പല യങ് ഓണ്ടർപ്രണേഴ്സും ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ ഇങ്ങനെ ബിസിനസ്സുകാരെ കണ്ടിട്ടും വലിയ വലിയ ബിസിനസ് ഓണേഴ്സിനെ കണ്ടിട്ടും അവരുടെ ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ആ രീതിയിൽ അതെ ആ ലക്ഷറി ലൈഫും ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര ഈസി ആണ് എന്നുള്ളത് ചിന്തിച്ച് വരുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല, അങ്ങനെ ചിന്തിച്ച് വരുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട്. പക്ഷെ അവിടെ അവർക്കുള്ള പ്രശ്നം എന്താ പറയുക, നമ്മളെടുത്താണെങ്കിലും കുറെ പേര് മെസ്സേജ് എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. എനിക്ക് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ്, എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ഐഡിയ എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടാണോ ബിസിനസ് തുടങ്ങേണ്ടത്? അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ആ ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന എനർജി തരുന്ന ഒരു മേഖലയിൽ അവിടെ നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ ബിൽഡ് ചെയ്ത് ആ പ്രൊഡക്റ്റും സർവീസും ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു മേഖലയിൽ കസ്റ്റമറിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ എന്തെങ്കിലും കീ സെല്ലിംഗ് ആയിട്ട് യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു ബിസിനസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ബിസിനസ് ഓണർ വരുന്നത് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ വരേണ്ടത്. അല്ലാതെ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നുണ്ട് എനിക്കും ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ എല്ലാവരും ഡിഗ്രിക്ക് പോകാന്ന് പറഞ്ഞ പോലെ ബിസിനസ്സിലോട്ട് വരരുത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 9 to 5 എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഒരു ബാഡ് ആണെന്നുള്ളൊരു സംഭവത്തിൽ അതിലേക്ക് പോകണ്ട, അതുകൊണ്ട് ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഈ 9 to 5-നെക്കാട്ടിലും ഡബിൾ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ഓണിലോട്ട് വരുമ്പോൾ. ഇവിടെ ടൈമേ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം 24 hours ചിലപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ പറഞ്ഞ കുറെ സാക്രിഫൈസസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 9 to 5 എന്നുള്ളത് ഒരു റാറ്റ് റേസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കാം ആണ്, അത് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ട്രക്ക് ആണ്, അതിൽ അങ്ങനെ പല രീതിയിൽ അതിനെ പറയുന്നവരുണ്ട്. അത് കുറെയൊക്കെ ഇപ്പോ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ബിസിനസ് കോച്ചുകളാണെങ്കിലും ബിസിനസ് കൺസൾട്ടൻസ് ആണെന്നുണ്ടെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും അവർക്ക് ആളുകൾ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടും അതിനെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മാർക്കറ്റിംഗ് മെത്തേഡായിട്ട് ആക്ച്വലി അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അത് പറഞ്ഞിട്ട് 9 to 5 പോവാൻ 9 to 5 കെട്ടിക്കുടുങ്ങി കിടക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ബിസിനസ് ഓണർ ആവാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നടക്കൂല. അവിടെ ഇടുന്നതിനെക്കാട്ടിലും പണിയെടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കലി അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു എംപ്ലോയി ആവുക എന്നുള്ളതിനെക്കാട്ടിലും, അതായത് ഒരു സാലറീഡ് പേഴ്സൺ ആവുക എന്നുള്ളതിനെക്കാട്ടിലും 10 പേർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലോട്ട് അങ്ങനെയൊക്കെ ഒരു പാഷനേറ്റ് ആയിട്ട് ഓൺടർപ്രണർഷിപ്പിലോട്ടും ബിസിനസ്സിലോട്ടും വരാൻ നോക്കുക. അതല്ലാതെ ഒന്നിനുള്ള ഒരു പരിഹാരമായിട്ട് ബിസിനസ്സിനെയും ഓൺടർപ്രണർഷിപ്പിനെയും കാണാതിരിക്കുക. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടും നിങ്ങൾക്ക് എനർജൈസ് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഗോൾ ഓറിയന്റഡ് ആയിട്ട് അതും റൈറ്റ്ഫുൾ മെത്തേഡ്സും മീൻസ് നമ്മൾ എത്തിക്കൽ വേയിൽസിലാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ഡിസിഷൻസും കാര്യങ്ങളും എടുത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ ഓൾറെഡി കോളേജുകളിൽ പോയിട്ട് നമ്മൾ ഈ യങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് എന്റർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓൾറെഡി ബുക്കിൽ നമ്മൾ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ ടിപ്സും ഷെയർ ചെയ്തു അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടൊരു പ്ലാറ്റ്ഫോം അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ആക്ച്വലി ഞാൻ പറഞ്ഞത് നമ്മുടെ മിഷനുമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുത്തു എന്നുള്ളത്. അതിന്റെ പാർട്ടായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു സൊസൈറ്റി രൂപത്തിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വിൻ ഓൺ വിൻ എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും അവർക്ക് കണക്ട് ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. യങ് കേരള എന്നാണ് നമ്മളതിന്റെ നെയിം വരുന്നത്. യങ് ഓണ്ടർപ്രണേഴ്സ് നെറ്റ്വർക്ക് കേരള എന്നുള്ളതാണ്. അത് കേരളത്തിലെ യങ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ്, അതായത് ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന യങ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ്, അവർക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചാലഞ്ചസിന്റെ കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം. അതൊരിക്കലും ഒരു മണി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഈ എല്ലാവർക്കും വിൻ ഓൺ വിൻ എന്നുള്ള രീതിയിൽ വാല്യൂ ഷെയറിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ഫസ്റ്റ് ഫേസ് നമ്മളൊരു 100 മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്ട്ലി നമ്മൾ തന്നെ ചൂസ് ചെയ്തു നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനൊക്കെ നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിട്ട് നമ്മൾ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് യങ് ഓണ്ടർപ്രണേഴ്സ്, ബഡിംഗ് ആയിട്ടുള്ള ബഡിംഗ് ഓണ്ടർപ്രണേഴ്സ് പറയുന്ന സെഷൻ ഉണ്ട്. ഈ പറഞ്ഞ കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തതിലൂടെ ഇതിന്റെയൊക്കെ മുകളിൽ നമ്മളൊരു മെന്റർഷിപ്പ് പാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവർക്കൊക്കെ ആക്സസിബിൾ ആയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കണക്ഷൻസിലുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പലരുടെയും കണക്ഷൻസിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലീഡേഴ്സ്, അതായത് 30-40 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് ലീഡേഴ്സ്, ഇപ്പൊ നമുക്ക് ഇപ്പോൾ യൂസുഫ് അലി സാർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ വലിയ വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ നമ്പേഴ്സ് ആളുകളിലുള്ള പല ആളുകളും, പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ കൂടിയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പാനൽ നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60ഓളം മെന്റേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് അടങ്ങിയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പാനലാണ്. അപ്പൊ നമ്മൾ ഇവന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ത്രൂ ആണെങ്കിലും ഓഫ്ലൈൻ ത്രൂ ആണെങ്കിലും ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പം ഇതിലൊരാളെടുത്ത് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് അതിലോട്ട് ആക്സസ് ഉണ്ടാവും. അതേ ആക്സസ് എന്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇതിലൊരു പ്രസിഡൻഷ്യൽ സെക്രട്ടറി സിസ്റ്റം അല്ലെങ്കിൽ ഇതിൽ ആരെയും ലൈക്ക് ആ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ അങ്ങനെ ഒരു സ്വഭാവമല്ല. ഇതിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഒരേ രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവണം. അങ്ങനെ ഒരു സ്വഭാവമാണ് നമ്മളതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഓരോരുത്തരുടെ, കാരണം ഇപ്പൊ എനിക്ക് ഇതിൽ ഫൈനാൻസ് സൈഡിലാണെങ്കിലും സ്റ്റാർട്ടപ്പ് സൈഡിലാണെങ്കിലും ഓണ്ടർപ്രണർ സൈഡിലാണെങ്കിലും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു വീക്കിൽ ഒരു 45 മിനിറ്റ് ഈ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാൻ പറ്റും. അതുപോലെ ഓരോരുത്തർക്കും സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കും. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഈ VC ഫണ്ടിങ്സിലോട്ടാണെങ്കിലും ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവന്റുകളിൽ ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. അത്തരം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇവന്റുകളൊക്കെ നടക്കുന്നത് പലർക്കും അറിയില്ല. അപ്പൊ അത്തരം ഇവന്റുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇവന്റ് നടക്കുന്നുണ്ട്, അപ്പൊ അതിലോട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് അവർക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് ഇത് കൊണ്ടുവന്ന് അതിനെ എല്ലാ റിസോഴ്സസിലോട്ടും ആക്സസിബിൾ ആക്കുന്ന രീതിയിൽ ഒരു എക്കോസിസ്റ്റത്തെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഇതിലൂടെ. ആക്ച്വലി നമ്മളുടെ ഞാൻ പറഞ്ഞ 1000 ഓണ്ടർപ്രണേഴ്സ് എന്നുള്ള ആ ഒരു ബഡിംഗ് ഓണ്ടർപ്രണേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിലോട്ട് ഭാവിയിൽ നമുക്കിതൊരു VC ആയിട്ടും ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം ആയിട്ടും ഒക്കെ കൊണ്ടുവരാൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരുപാട്, കാരണം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് പുതിയ കിട്ടും. ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്താൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എല്ലാവർക്കും ലേൺ ചെയ്യാനും ഏൺ ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കാനും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ വയനാട് വന്ന ഇഷ്യൂസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻസ് വന്നപ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു പരിധിയുണ്ട്. എന്നെ കൊണ്ടാവുന്ന എനിക്ക് ചെയ്യാൻ പറ്റും. അതേ സംഭവം ഞങ്ങളൊരു 4-5 പേര് അല്ലെങ്കിൽ 10 പേര് ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ വലിയൊരു ഇമ്പാക്ട്ഫുൾ ആയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ഇതിലോട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ചാരിറ്റി ഡൊണേഷൻസ് ആണെങ്കിലും പാലിയേറ്റീവ്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണെങ്കിലും സോഷ്യൽ അവയർനെസ്സുകളാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ഓണ്ടർപ്രണേഴ്സിനൊക്കെ അവയർനെസ്സുകൾ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റിനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സും എല്ലാവർക്കും എടുക്കാൻ പറ്റും. ലൈക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുത്തതാണ്, നമ്മൾ വെച്ചു കൊടുത്തതാണ്, നമ്മൾ എന്നുള്ള ആ ഒരു സംഭവം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്നുള്ള ചെയ്യുമ്പോഴും അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണെങ്കിലും ഈവൻ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് സൈഡിലുള്ള ഡെവലപ്മെന്റ് സൈഡിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സജഷൻസ് വെക്കാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്ട് കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്ട് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഐഡിയോളജിയാണ് നമ്മൾ ഇതിലോട്ട് ഡ്രൈവ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം കേട്ടിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് സ്ട്രിക്റ്റ് ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരെ ചെയ്യുന്നതൊക്കെ. ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എനിക്കൊന്ന് പോഡ്കാസ്റ്റ് നമ്മൾ ഇത്രയും പോഡ്കാസ്റ്റ് ചെയ്തതിൽ ഓണ്ടർപ്രണേഴ്സിനും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്രയും കൂടുതൽ ഇൻസൈറ്റ്സ്
ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ഇത് അടയാളപ്പെടുത്തും. അതെ, എനിക്കും ഭയങ്കര ഹാപ്പി ഒരു ലൈക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല പോഡ്കാസ്റ്റുകൾ ഇന്റർവ്യൂസിലാണെന്നുണ്ടെങ്കിലും അവരുടെ ടൈം എന്ന് പറയുന്നത് നമ്മളും കൂടെ റെസ്പെക്ട് ചെയ്യേണ്ടത് കൊണ്ട് അവർക്കൊരു ടൈം കൺസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും പോവാം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നിർത്തേണ്ടി വരും, മുഴുവനാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആ ഒരു ടൈം കൺസ്റ്റന്റ് ആയിട്ട് പോകാത്തത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. കാരണം പലയിടത്തും ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങൾ എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. നമുക്ക് ഈവൻ കുറെ കാര്യങ്ങൾ ഔട്ട് റീച്ച്ഡ് ആയിട്ടുള്ളാണെങ്കിലും ഔട്ട് ഓഫ് ടോപ്പിക് ആണെങ്കിലും നമ്മൾ കുറേ സംസാരിച്ചു. ഒരു കാഷ്വൽ ടോക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് പോയി. ആ ഒരു കാഷ്വൽ ടോക്സ് ആണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അപ്പം 22 വയസ്സിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാത്രമല്ല, ഇപ്പം ബ്രോയിന്റെ ടാഗ്ലൈൻ പറഞ്ഞ പോലെ എംപവറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ പോഡ്കാസ്റ്റുകൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബ്രോയിന്റെ വിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 1000+ ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു എംപയർ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇനി നമ്മൾ ഈ പോഡ്കാസ്റ്റിനുള്ള ചോദ്യങ്ങൾക്കും അവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു.